പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും തിങ്കളാഴ്ചയാണ് ഇടുന്നത്. നമുക്കൊരു സ്ഥിരതയില്ലല്ലോ. സ്ഥിരത ഉണ്ടെങ്കിൽ എന്താ പറയുക, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണമല്ലോ. ആദ്യത്തെ കമൻറ്റ് ഷിജി പുന്നോക്കിൽ. അജു ചേട്ടാ, സരിതേച്ചി, രാവിലെ കാണുന്ന വീഡിയോ ഇപ്പോഴാണ് കാണുന്നത്. തലവേദന ഉള്ളതുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി ഇപ്പോഴാണ് വന്നേ. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നെഗറ്റീവ് പറയുന്നവർ ഉണ്ടാകാം, പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊരു ദൂർത്തല്ല. കാരണം വീടിന് ഒരു അടച്ചുറപ്പ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അജുവേട്ടൻ്റെ ആഗ്രഹം പോലെ എല്ലാവർക്കും ഉണ്ടാകും വീട് മതിൽ കെട്ടി സേഫ് ആക്കുക എന്നുള്ളത്. ഇതൊന്നും ദൂർത്തല്ല കേട്ടോ, ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പോഴാണ് അജൂസ് വേൾഡ് ആയത്. ചാർലി ഇമ്രാനും ജാങ്കോ ഞാൻ പെട്ടു. പിന്നെ അജുവേട്ടൻ്റെ ബ്രദേഴ്സ് എല്ലാവരും അവിടെ അടുത്തല്ലേ, നിങ്ങൾ മാത്രമല്ലേ കുറച്ചകന്ന് പറയുന്നവർ പറയട്ടെ. ലൈഫ് നമ്മുടെ ആഗ്രഹങ്ങൾ പറ്റുന്ന പോലെ ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ്. ചെറിയൊരു ഗാർഡൻ കൂടെ പറ്റുമ്പോൾ ചെയ്യൂ. ഗോഡ് ബ്ലെസ് യു ചേട്ടാ, ചേച്ചി, ജഗ്ഗൂസ്. എന്തായാലും നല്ല കമൻറ്റ്. നമുക്ക് ഒരു സന്തോഷം നൽകണതാണ് കേട്ടോ. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇത് മുന്നിൽ ഇതാക്കണമെന്ന്. അത് അടച്ചുറപ്പ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ബാക്കിൽ അത് ചെയ്ത് കണ്ടപ്പോൾ അതിന്റെ ഭംഗി കണ്ടപ്പോൾ വീടിന്റെ മുൻപിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ മനോഹരമാവുന്നു. ഇത് സരിത കുറെ എതിർത്തു, പൈസ ചെലവ് കാരണം. അത് പിന്നെ സജീവൻ ചെയ്തവൻ്റെ ഭംഗി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കുറേ ഇങ്ങനെ ദൂരത്തി കാണുമ്പോഴത്തെ ഭംഗിയും കൂടി കണ്ടപ്പോൾ ചേട്ടന് ചെയ്യണമെന്ന് ഇങ്ങനെ വന്നു. ഇനി ഒരു ആഗ്രഹം കൂടി ഉണ്ട് നമ്മുടെ ട്രീ ഹൗസ്. അത് ചെറുതുള്ള കുറച്ചില്ല, കുറച്ചില്ലാന്ന് കുറച്ചുള്ള ചെറുതല്ല, കുറച്ചുള്ള ചെറുതാണ്. ചെറുതാണ്. അങ്ങനെയാണോ? കാശായാലും അത് ഇപ്പോഴൊന്നും ചെയ്യില്ല. ആഗ്രഹം തൽക്കാലം 4 മടക്കി വീണ്ടും എടുത്തു വെച്ചു, അളമാരിയുടെ ഉള്ളിൽ എടുത്തു വെച്ചു. ഗൾഫ് കോഡ്. ഫെൻസിൻ്റെ ഹൈറ്റ് കൂടിയ ഭാഗത്ത് ഗേറ്റിനോട് ചേർന്നിട്ടൊരു പോസ്റ്റ് ബോക്സ് ചെയ്യുന്നത് നല്ലതാണ്. ചതുരപ്പെട്ടി വെക്കരുത്. വിദേശങ്ങളിലൊക്കെ വീടിൻ്റെ മുന്നിൽ റോഡ് സൈഡിൽ വെക്കുന്ന മോഡൽ ചെയ്താൽ നന്നായിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണം മനോഹരമായി. അവസാനം ചാർലിയുടെ ഇരുത്തവും അതിന് കൊടുത്ത ഡയലോഗും. ജാങ്കോ, നിങ്ങൾ അറിഞ്ഞാ ഞാൻ പെട്ടു. പോസ്റ്റ് ബോക്സ് ഇവിടെ വെക്കാനായിട്ട് പോസ്റ്റ്മാൻ ഇങ്ങോട്ട് വന്നിട്ട് വേണ്ടേ? പോസ്റ്റ്മാൻ അവിടെ ആ വലിയ ഗേറ്റില്ലേ ഫ്രണ്ടിലത്തെ, അവിടെയാണ് കൊണ്ടുവന്ന് അവിടെ ഒരു ഓട്ട ഇട്ടിട്ടുണ്ട്. ബോക്സ് ഒന്നുമില്ല, വെറുതെ മതിലുമ്പോ ഒരു ഓട്ടയുണ്ട് ഉള്ളിലേക്ക്, സജീവന്റെ പറമ്പിലേക്ക് വന്ന് വീഴും. പേപ്പർ എല്ലാം അവിടെ ഇടുള്ളൂ. പിന്നെ അഥവാ നമ്മള് എന്താ പറയുക, സൈൻ ചെയ്തൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വല്ലതും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ എത്തണേലും മുന്നേ നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ ചെന്ന് നിൽക്കും, എന്നിട്ട് ഒപ്പിട്ട് വാങ്ങിക്കാം. അല്ലാണ്ട് ഇവിടേക്ക് ഒരാളും വരില്ല. ഇവിടെ വെച്ചിട്ട് ഇത് കാരണം ഒരു പ്രയോജനവും ഇല്ല. മീന സുരേഷ്. അജു, ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും സംഗതി കളറായിട്ടുണ്ട്, സൂപ്പർ. നെഗറ്റീവ്സ് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. ഏത് മനസ്സിലായ? നെഗറ്റീവ്സ് ഒക്കെ പോസിറ്റീവായിട്ട് എടുക്കണം എന്ന്. സുനിത മണി. കണ്ണിനും മനസ്സിനും കുളിർമ തരുന്ന നല്ല ഒരു എപ്പിസോഡ്. കൊച്ചുകുട്ടികളെ പോലുള്ള അജുവിൻ്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോ. മനസ്സിൽ കളങ്കമില്ലാത്തവർക്കാണ് ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നത്. ഇനി ഒരു കോളിംഗ് ബെൽ കൂടി വെക്കണം കേട്ടോ, കാരണം ഞങ്ങൾ വരുമ്പോൾ അകത്ത് കയറണ്ടേ. അവിടുന്ന് ഒരു മണി വയ്ക്കണം. സന്തോഷം എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കാലത്തൊക്കെ ഒന്നും കൂടി 10 വയസ്സ് പ്രായം കുറഞ്ഞ പോലെ തോന്നണം. ഒന്നുകൂടി ക്യാമറയിൽ അത് കാണണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതെന്താണ് ചേട്ടൻ്റെ മുഖത്തിന് ഭയങ്കര തിളക്കം, എന്താ പറയുക, ഭയങ്കര ഒരു ഇത്. അപ്പോൾ ഇന്നലെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞേ, കാലത്ത് എണീറ്റ് 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ഇവിടെ വെറുതെ കിടന്ന് നടക്കും ചേട്ടൻ ഫ്രണ്ടിൽ. എന്നിട്ട് പറയും, നമ്മുടെ വീട് ഇങ്ങനെ കിടന്നു തുടങ്ങല്ലേ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുന്നു. നമ്മുടെ അച്ഛൻ്റെ അമ്മേരെയൊക്കെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. കാരണം അച്ഛൻ മരിക്കണ സമയത്ത് നമ്മൾ ഒന്നും ആയിട്ടില്ല. അമ്മയ്ക്ക് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ ഇതായിട്ട് വരുന്നുണ്ടെങ്കിലും നമ്മളൊന്ന് നന്നായി വീടൊക്കെ നന്നാക്കി ആ സമയത്തേക്ക് അമ്മയുടെ ഓർമ്മയും പോയി. അമ്മ അത് ശരിക്കൊരു ഓർമ്മയോടുകൂടി കണ്ടിട്ടുമില്ല. അപ്പം ഇപ്പം അവർക്ക് നമ്മൾ മാത്രം ഒന്നും ആയില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ അവർക്ക് മരിക്കുമ്പോൾ. പക്ഷേ അവർക്കിപ്പോൾ സന്തോഷമാവുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക ചേട്ടൻ എപ്പോഴും. അപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം ചേട്ടൻ്റെ മുഖത്തും കാണുന്നത്. അതെ, കണ്ണീന്ന് വെള്ളം വന്നു തുടങ്ങിയപ്പോൾ സന്തോഷമാണ്. ബിന്ദു ധനജൻ. ഇതൊന്നും ദൂർത്തല്ല സരിതയെ, നിങ്ങളുടെ സ്വപ്നങ്ങളാണ് പറയുന്നവർ പറഞ്ഞോട്ടെ. ഇനിയും ഓരോന്ന് പടിപടിയായി സഫലമാകാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഈശ്വരോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ക്ലൈമാക്സ് സൂപ്പർ. ആ നടത്തം സിനിമയിലെ രംഗം പോലെ തോന്നി. സരിതയുടെ മുടി ആ നേരത്ത് കാണാൻ നല്ല ഭംഗി. ജാങ്കോ, ഞാൻ പെട്ടു. സന്ദർഭത്തിന് ചോദിച്ച ഡയലോഗ്. ഒരു പൊട്ടിച്ചിരിയോടെയാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് എണീറ്റത്. അതിൻ്റെ ആ പാട്ട് സീനും പിന്നെ ചാർലി ഇവിടെ ഇരുന്നിട്ട് പെട്ടു എന്നുള്ളത്, ആ ഡയലോഗൊക്കെ നല്ല രസമായിരുന്നു. ഹിറ്റ് ഡയലോഗാണ് അതിലത്തെ. കുറേ പേർക്ക് ഒരുമാതിരി പേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അവരുടെ വീട്ടിൽ ചെയ്യുമ്പോൾ എന്തോരം സന്തോഷം ഉണ്ടാവും.
അതുപോലെ അതാണ് ഒരു കറകളഞ്ഞ സ്നേഹം, കളങ്കമില്ലാത്ത സ്നേഹം എന്നൊക്കെ പറയണതേ. പക്ഷേ കുറേ പേർക്ക് ഇഷ്ടമില്ല കേട്ടോ. കുറേ പേർക്ക് ഭയങ്കര വെറുപ്പുണ്ട് നമ്മളോട്. ഇങ്ങനെയൊക്കെ ചെയ്യണ കാണുമ്പോൾ നമ്മൾ പൈസ ദൂർത്തടിക്കണു, നശിപ്പിക്കണു. അല്ലെങ്കിൽ പണ്ട് നമ്മുടെ വീട് ഇങ്ങനെ ഫ്രണ്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് മരത്തിൻ്റെ വേരൊക്കെ പൊന്തി ആ സമയത്തായിരുന്നു നല്ലത്. അപ്പം നമുക്ക് കൂടുതൽ നിഷ്കളങ്കത ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട് ഇതാക്കിയപ്പോൾ നമ്മുടെ സ്വഭാവം മാറി, നമ്മുടെ നിഷ്കളങ്കത പോയി, അഹങ്കാരമായി, തലക്കനായി. അങ്ങനെയൊക്കെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. എത്ര പൈസ കിട്ടിയാലും അതിനനുസരിച്ചിട്ട് അവർക്ക് ഒരു മാറ്റം ഇപ്പോഴും ഇല്ല. അവരുടെ ഡ്രസ്സ് പോലും അല്ലെങ്കിൽ അവരുടെ എല്ലാത്തിനും രീതിക്കൊന്നും മാറ്റം വരുന്നില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മൾ പൈസ കിട്ടണത് ഭയങ്കര ദൂർത്തടിച്ച് നശിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ അല്ല, നമ്മളൊക്കെ ഇപ്പോൾ ഒരു വീഡിയോ 10,000 പേര് കാണണമെങ്കിൽ 10,000 പേരും 10,000 തരം ആളുകളല്ല. ചിലവർക്ക് അങ്ങനെ തോന്നും. പിന്നെ എനിക്ക് ഇത് ഇപ്പോൾ ഒരു വീടിന് മതിൽ കെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂർത്താണെന്ന് എനിക്ക് തോന്നില്ലേ. കാരണം നല്ല മതിലുകൾ, നല്ല വേലികൾ, നല്ല അയൽക്കാരെയും നല്ല സുഹൃത്തുക്കളെയും ഉണ്ടാക്കുന്നത് എവിടെയോ ഞാൻ വായിച്ചില്ലേ, ഏതോ ഒരു മഹാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് തർക്കങ്ങളുണ്ടാവില്ല, അതിർത്തി തർക്കങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണല്ലോ. അങ്ങോട്ട് മാന്തല് അതൊക്കെ ആവും. അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ വേലി കെട്ടിയത് ഇത് ഇരുമ്പോണ്ടാണ് കെട്ടിയിട്ടുള്ളത്, കല്ലും മണ്ണും കട്ടയല്ല. ഇത് നമുക്ക് എന്തെങ്കിലും കാലത്ത് പൊളിച്ച് വേറെ ഇതിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുമ്പ് വില കിട്ടുക എന്ന് പറയില്ലേ. അപ്പോൾ ഇത് ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, എന്തേലൊക്കെ അങ്ങനെ പറയാം. അല്ല, അങ്ങനെ പറയാം. നമ്മുടെ ഒരു ആഗ്രഹം നടന്നു, അത്രേ ഉള്ളൂ. ഇനി കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യല്. പറഞ്ഞ പോലെ മറ്റേല് പറഞ്ഞ പോലെ ഇനി ഈ കൊല്ലം പുതിയ പരിപാടികളൊന്നും ഇല്ല. പ്രീത ഫിലിപ്പ്, അജു സരിത നല്ല ഭംഗിയായി. ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് മതിലിൽ 2 സൈഡിലും നല്ല ബോഗൻവില്ല ചെടി വാങ്ങി വെച്ചാൽ മനോഹരമാകും. നിങ്ങളോട് സ്നേഹം മാത്രം. ആ ബോഗൻവില്ല എന്ന് പറയരുതെന്ന് രാജലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ബൊഗേൻവില്ല എന്ന് പറയാം. അപ്പോൾ ബൊഗേൻവില്ല വെക്കണം എന്ന് കുറേ പേര് പറയുന്നുണ്ട്. കാറ്റ്സ് ക്ലോ പടർത്തണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് നാൾ ഇത് ഇങ്ങനെ നിൽക്കട്ടെ, ചെടിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കാണാൻ. കുങ്കുമപ്പൂ അല്ല, കൊങ്ങിണിപ്പൂവ് മഞ്ഞയും ചുവപ്പും ഇടകലർത്തി ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും പറയുന്നുണ്ട് ഒരാള്. ചെത്തി വെക്കാൻ പറയുന്നുണ്ട്. നോക്കട്ടെ. എന്നിട്ട് അതിൽ ഹൈറ്റിൽ വളരാതെ അടിയിൽ കുറ്റിയായിട്ട് നിൽക്കണ പോലത്തെ എന്തെങ്കിലും ചെടി, ചിലപ്പോൾ മറ്റേ അഗ്ലോണിമ പോലത്തെ ഇലച്ചെടിയില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. കുറച്ച് നാളിപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ കാണട്ടെ അല്ലേ. രാഗിണി ദേവി MR, നിങ്ങളുടെ ഓരോ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോ ദിവസത്തെ കാഴ്ചകൾക്കായി വെയിറ്റ് ചെയ്യുന്നു. കൃഷികളും പാചകങ്ങളും തമാശകളും അജുവിൻ്റെ വികൃതികളും എല്ലാം നല്ലപോലെ ആസ്വദിച്ചിരുന്നു. ഇങ്ങനെ തന്നെ മുൻപോട്ട് പോട്ടെ. ഇപ്പോൾ വീട് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. ചാർലിയും ഇമ്രാനും പെട്ടു. ലാസ്റ്റ് നിങ്ങളുടെ നടത്തം അടിപൊളി. ജാങ്കോയുടെ ഡയലോഗും ഇഷ്ടമായി. അവർ ചാർലിയും ഇമ്രാനും പെടലല്ല, അവർ വൃത്തി കൂടും, പുറത്തേക്കൊന്നും പോയില്ല. മറ്റു നായ്ക്കളായിട്ടുള്ള സമ്പർക്കം ഉണ്ടാവില്ല. അവിടെ എവിടെയും പോയിട്ട് കണ്ടതും കേട്ടതും തുരപ്പനും കരിപ്പനും ഒന്നും വാരി വലിച്ച് അവർ മാന്തി അവിടെ നിന്ന് കുഴിച്ചിട്ടതൊക്കെ കോഴികളെയൊക്കെ വല്ലവരൊക്കെ കുഴിച്ചിട്ടത് അതൊക്കെ മോന്തയിൽ കുത്തിയിട്ട് പിന്നെ ഇങ്ങോട്ട് ഒരു വരവ് വരുമ്പോൾ ഒരു മണക്കി ഉണ്ടാവും. അത് പണ്ടുണ്ട്. നാടൻ നായ്ക്കൾക്ക് അങ്ങനത്തെ ഒരു ശീലമുണ്ട്. അവരോട് വരുമ്പോൾ ചില സമയത്ത് ഭയങ്കര പൊട്ടമണമായിരിക്കും. ഈ കണ്ണിയാണ്ടതൊക്കെ മാന്താൻ പോയിട്ടേ. ഏറ്റവും വിറ്റുകൾക്കൊരു ഇതായി ആരോഗ്യപരമായിട്ട് വിറ്റുകൾ നന്നായി എന്നുള്ള എൻ്റെ ലക്ഷണം എന്തുണ്ടെന്ന് അറിയോ? ചാർലി 1.5 ഭക്ഷണം കഴിച്ചോടുന്നുള്ളൂ. ഒരു ദിവസം ആൾ നന്നായി ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം കഴിക്കില്ല. എത്ര നല്ല ചിക്കൻ ലെഗ് മറ്റേ എല്ലും ഇതൊക്കെ കൂട്ടി ചേർത്തിട്ടൊക്കെ മിക്സ് ചെയ്ത്, എല്ല് മാത്രമല്ല നമ്മൾ അവറ്റകൾക്ക് കോഴീനെ വാങ്ങിയിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് വെച്ചേക്കാം. അപ്പോൾ 3-4 പീസ് എടുത്തിട്ട് പൊടിച്ച് ചേർത്തിട്ട് ചോറ് കൊടുക്കും. അങ്ങനെ 2 ദിവസം അങ്ങനെ കൊടുത്താൽ പിന്നെ ഒരു ദിവസം തൈര് മാത്രം കേട്ടാ, തൈര് കൂട്ടി ചോറ് കൊടുക്കും. ഒരു ദിവസം മുട്ട കൊത്തി പൊരി ചോറ് കൊടുക്കും. അങ്ങനെ മാറ്റിയേ കൊടുക്കാറ്. അത്രയ്ക്ക് ഇത് സാധനം കൊടുത്താൽ വരെ ഈ ചാർലി നോക്കില്ല, പുല്ല് തിന്ന് നടക്കുന്നുണ്ടാവും. വയറിന് കംപ്ലൈൻ്റ് ആയിട്ടേ ഒരു സ്ഥിരം നമ്മൾ മറ്റേ ഹിമാലയയുടെ ഒരു മരുന്നുണ്ട് വയറിന് ഇവരുടെ ദഹനം ശരിയാവുള്ളത്, അത് വാങ്ങിച്ചു വെച്ചേക്കാം ചാർലിക്ക്. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. എന്തുട്ടാ ഈ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക് ഇറച്ചി ചില വീട്ടുകാരൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഉറയില്ലേ, അതൊക്കെ പുറത്തേക്കിട്ടുണ്ടാവും. അതൊക്കെ കടിച്ചു തിന്നൂറ്റുകള്. അപ്പൊ കൊറേ നാളത്തെ പിന്നെ ഭക്ഷണം കഴിക്കില്ല. ഈ ഉറ വൈറ്റിയൊക്കെ ഇടുന്നിട്ട് ഇത് വയറൊക്കെ ചുക്കിലിട്ട് പോണത് തിന്നാൻ പറ്റണ്ട. ഇപ്പൊ ചാർലി കറക്റ്റാ ഫുഡ് കഴിക്കാം. വേറെ ഒറ്റ പൊട്ട സാധനങ്ങൾ കഴിക്കില്ല. അതുകൊണ്ട് പുല്ലും തിന്നണില്ല. അങ്ങനെ സമാധാനമായിട്ട് അവിടെ പിന്നെ ഏറ്റവും ഭയങ്കര ഒരു അത്ഭുതം ഇന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്, ജഗ്ഗു പേപ്പർ എടുക്കാൻ പോയി. ജഗ്ഗു വാതില് ആ ഗേറ്റ് ഇങ്ങനെ ലോക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ടാ പോയി. പക്ഷെ ആ ലോക്കിന്റെ ആ ഓട്ടയിലേക്ക് അത് വീണുണ്ടായിരുന്നില്ല. അവൻ പോയി എൻ്റെ പിന്നാലെ അത് തന്നെ തുറന്നു കിടന്നു. ചാർലി ഇവിടെ ഇറയത്ത് കിടക്കുന്നുണ്ട്. ചാർലി പോയില്ലേ, ചാർലി അവിടെ തന്നെ കിടന്നു. അപ്പം ഞങ്ങൾക്ക് അപ്പോൾ അവന് പോകണമെന്നില്ല അല്ലേ പുറത്തേക്ക്. അപ്പോൾ ഇവിടെ ആൾ സെറ്റായി.
അപ്പോൾ എല്ലാം കൊണ്ടും സന്തോഷകരമായ കാര്യമാണ്. അവരെ നായ്ക്കളുടെ കാര്യത്തിൽ നമ്മൾ വളരെ വളരെ തൃപ്തനാണ്. അടുത്തത് ജിഷ സന്തോഷ്. ലാസ്റ്റ് സീൻ തകർത്തു, കൈകോർത്ത് നടത്താം. സരിതയ്ക്ക് അല്പം കൂടി എക്സ്പ്രഷൻ ആകാമായിരുന്നു. അത് റോഡ് അതുമാതിരി തല്ലിപ്പൊളിയായിട്ട് കിടക്കണേ, കല്ലും കട്ടയും കമ്പിയും അതും കുത്തി കയറുമെന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ നടക്കണേ, ചപ്പ് ചേറും. അപ്പം അതിൻ്റെ ഇടയിൽ റൊമാൻസ് വരില്ല. ഇപ്പം നടക്കാണേ വരും. ചാർലിയുടെ മുഖത്തെ ദൈന്യത വിഷമിപ്പിച്ചു. അതിപ്പോൾ പറഞ്ഞല്ലോ, ചാർലിയുടെ മുഖം എപ്പോഴും അങ്ങനെയാണ്, ആളൊരു ദുഃഖപുത്രനെ എപ്പോഴും ഫുൾ ടൈം മുഖം അങ്ങനെയാണ്. പിന്നെ ലീന രാധാകൃഷ്ണൻ, കുറച്ച് കഴിഞ്ഞാൽ പെയിന്റ് ഒക്കെ പോവില്ലേ, അപ്പം നല്ലൊരു പണി ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ വീട് പെയിന്റ് അടിച്ചാൽ ഇങ്ങനെയായാലും 3-4 കൊല്ലം എത്തുമ്പോൾ അടിക്കേണ്ടി വരാറില്ലേ, അതുപോലെ തന്നെയുള്ളൂ. ഇതിപ്പോൾ ബാക്കിൽ ചിലപ്പോൾ പിന്നെയും അടിക്കേണ്ടി വരും. എന്താണെന്നറിയോ, ഇത് ചെയ്ത ഡ്രസ്സ് പണിക്കാർ തന്നെയാണ് അടിച്ചത്. അവർ വെറുതെ ജസ്റ്റ് ഒരു പെയിന്റ് അടിച്ച് വെച്ചിട്ടുള്ളൂ. ഇത് മഹേഷും ശിവല്ലേ, പ്രൈമർ 2 കോട്ട് അടിച്ചു, എന്നിട്ടാണ് അതിന്റെ മേലെ പെയിന്റ് 2 കോട്ട് അടിച്ചത്. അടുത്തത് രമ്യ കൃഷ്ണൻ. ആൾക്കാർ കാണുന്നത് കൊണ്ട് മാത്രമല്ല, ദേഹം വിയർത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന ക്യാഷ് അല്ലല്ലോ. അങ്ങനെയുള്ള ക്യാഷ് ചിലവാക്കുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കും, ഇതൊക്കെ ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നു. ഇതൊക്കെ നമ്മൾ കുറേ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ ഒപ്പം ഒരു ദിവസം രമ്യകൃഷ്ണൻ വരൂ, എന്നിട്ട് ഞങ്ങളുടെ ഒപ്പം ഒരു വീഡിയോ ചെയ്യാൻ വരൂ. അപ്പം എന്താ പറയാം, ഇതിന്റെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടിട്ടാണോ വേർത്തിട്ടാണോ അധ്വാനിക്കാണ്ടാണോ ഈ പൈസ കിട്ടണെന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഒരു ദിവസം രമ്യകൃഷ്ണൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കും. വീട്ടിലേക്ക് വരണ്ട, നമ്മുടെ കയ്യിൽ ഫോണില്ലേ, ഒരു വീഡിയോ വെറുതെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ 1 സെക്കൻഡ് മതി. വീഡിയോകൾ ഇട്ട് നോക്ക്, അപ്പൊ മനസ്സിലാവും. വേണ്ട, നമ്മുടെ ഒപ്പം വരട്ടെ. അപ്പൊ നമ്മളൊരു വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ്, ഈ വീഡിയോ എടുക്കാൻ ഇതിപ്പോ ട്രൈപോഡ് വെച്ചിട്ട് എടുക്കണം, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഏറ്റവും സുഖകരമായിട്ടുള്ള വീഡിയോ എടുക്കലാണിത്. പക്ഷെ അയ്യോ ഒറ്റമൈന അതേ കാക്ക പോയി. മറ്റുള്ള വീഡിയോകൾ എടുക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ഒരു ദിവസം പാട്ട്. അപ്പോൾ രമ്യകൃഷ്ണനെ ഞങ്ങളുടെ ഒല്ലൂരിലെ ഞങ്ങളുടെ വീട്ടിൽ താമരശ്ശേരി വീട്ടിലേക്ക് സ്വാഗതം. അതിനിടയിൽ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടാ. സുഷമ പറഞ്ഞിട്ടുണ്ട്, അസൂയക്ക് മരുന്നില്ല കേട്ടോ. പിന്നെ മിനി എസ് കുമാർ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇതിനും നല്ല പണിയുണ്ട്, ഒന്ന് വീഡിയോ യൂട്യൂബിൽ ഇട്ട് നോക്കൂ. ഞാൻ വ്ളോഗറല്ല, എങ്കിലും വീടും പരിസരവും ഭംഗിയാക്കാൻ ഇഷ്ടമാണ്. പിന്നെ സോജ MV പറഞ്ഞിട്ടുണ്ട്, അസൂയക്കാർ എത്ര ആളുകളുണ്ട് എന്ന് നോക്കി വരികയായിരുന്നു, വന്നെത്തി. വിയർക്കാതെ മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തുന്ന ഒരു ജീവി. നാണമില്ലേ നിങ്ങൾക്ക്? ഞങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് എത്രമാത്രം സന്തോഷിക്കുന്നു. നിങ്ങളെന്താ ഇങ്ങനെ, നന്നായി കൂടെ. അപ്പം അങ്ങനെയൊക്കെ ആളുകൾ തന്നെ മറുപടി, നമ്മളവിടെ ഇഷ്ടമുള്ളവർ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് അവർക്ക്. അടുത്ത് റജി രാജൻ. വീടിന് മുമ്പിൽ ഗേറ്റ് വേണ്ടായിരുന്നു എന്ന്. കാരണം നിങ്ങളുടെ ഒരു വീടുകൾക്കും ഗേറ്റ് ഇല്ല. ഗേറ്റ് ഇല്ലേ പിന്നെ എന്തിനാ ഇത് ആവശ്യമില്ല. ഇത് മുഴുവൻ പണിത് വെച്ചിട്ട് ഗേറ്റ് അവിടെ ഇട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് പണിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ, ഗേറ്റ് വെച്ചില്ലെങ്കിൽ പട്ടികൾ പോവില്ലേ. ഇനി അടുത്തത് വൈജയന്തി മനോഹരൻ. മറ്റുള്ളവർ തമ്മിൽ അടുത്താണ്, അതുപോലല്ലോ നമ്മൾ കുറെ ദൂരെ. ഇത് എന്തായാലും വളരെ നന്നായി. എന്തുകൊണ്ടാണ് നമ്മൾ മാത്രം പിന്നിലായി എന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അത് ഫ്രണ്ടിൽ ഏറ്റവും അധികം വലിയ സെൻറ്ററിൽ തന്നെ വീട് വെച്ചു. ഇപ്പം നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന പ്ലോട്ട് ആരുടെയാന്ന് കുറേ കമൻസ് ഉണ്ട്. അത് അതായത് റോഡിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കാട് പിടിച്ചെടുക്കണില്ലേ, 2.25 ഏക്കറിൽ 18 സെന്റ് സ്ഥലത്തോളം പോയി. അത് റീസർവേ വന്നപ്പോഴാണ് അറിയണത്. കുറേ സ്ഥലം, അതായത് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ തൊട്ട് ബാക്ക് നമ്മുടെ ഈ അതിർത്തി വരയ്ക്ക് എത്ര കുറേ വീട്ടുകാരായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അവരേലേക്കൊക്കെ കയറി കിടക്കുക. അവരൊക്കെ ആയിട്ട് വഴക്കൂടേണ്ടി വരും. വഴക്കൂടിയാൽ അത് കിട്ടാനും നമുക്ക് ആർക്കും ഇവിടെ വഴക്കൂടാൻ താല്പര്യമില്ല. 18 സെന്റ് സ്ഥലം പോയിട്ട് ആലോചിക്കണം നമ്മൾ. എന്നിട്ട് റീസർവേ വന്നപ്പോൾ അവർ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് അതിർത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കണക്കാക്കി നമ്മൾ കല്ലിട്ട് മറ്റേ സർവേ കല്ലിട്ട് പോയി അവിടെ മതിൽ കെട്ടി അങ്ങനെ ചെയ്തേക്കണം. വീട് വെച്ചു ഫ്രണ്ടില്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അനിലൻ ചേട്ടൻ വെച്ചു, അതിൻ്റെ അപ്പുറത്ത് ചെറിയേട്ടൻ വെച്ചു, അതിൻ്റെ അപ്പുറത്ത് ഷാൻ ചേട്ടൻ വെച്ചു. പിന്നെ സജീവൻ പണ്ടേ പറയുന്ന കാര്യമാണ്, സജീവൻ അവിടെ ഫ്രണ്ടിൽ ഇപ്പോൾ വീട് വെച്ചിട്ടില്ലേ അവിടെ വീട് വയ്ക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ ഷാൻ ചേട്ടൻ്റെ വീട് പണി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വീട് പണിയാൻ സജീവൻ വീട് വെച്ച സ്ഥലമാണ് ഉള്ളത്. അതായത് തറവാട് നിൽക്കുന്ന സ്ഥലം അവിടെയാണുള്ളത്. പിന്നെ ഈ ബാക്കിലെ സ്ഥലമുള്ളൂ. അപ്പോൾ അവിടെ വീട് വയ്ക്കാൻ സജീവൻ ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മളോട് അത്രയധികം വട്ടം പറഞ്ഞിട്ടുണ്ട് അവിടെ വീട് വയ്ക്കുക. അവിടെ മുഴുവൻ തേക്കായിരുന്നു. ആ സ്ഥലം മൊത്തം തേക്കാ ചേട്ടൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വലിയേട്ടൻ വന്ന് പറഞ്ഞു, അത് മുഴുവൻ അജ്ജു വെച്ചിട്ടുള്ള തേക്കല്ലേ, നിങ്ങൾ തന്നെ അത് എടുത്തോ, നിങ്ങൾക്കുള്ളതാണത്, അവിടെ വീട് വയ്ക്കുക, അവിടെ വീട് വയ്ക്കുന്നു പറഞ്ഞു. പക്ഷേ നമുക്ക് എപ്പോഴും സജീവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സജീവൻ അവിടെ വീട് വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്.
അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ അവിടെ വേണം, ഫ്രണ്ടിൽ വേണം. ഫ്രണ്ടിൽ സ്ഥലത്തിന് വാല്യൂ കൂടുതലുണ്ട്. അപ്പോൾ അവിടെ 30 സെൻറ്റും കിട്ടുക, ഇവിടേക്ക് ബാക്കിലേക്ക് വന്നാലും 30 സെൻറ്റ് തന്നെയുള്ളൂ. പക്ഷേ ഇവിടേക്ക് ബാക്കിലേക്ക് പോകുന്നു നമ്മൾ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരിലും ബാക്കിയുള്ള എല്ലാ 5 വീടുകളും കാണും, നമ്മുടെ വീട് കാണും. ഒരു വാല് പോലെ വഴിയിട്ടിട്ട് ബാക്കിലേക്ക് ഞങ്ങൾ പോകുന്നു. അതുകൊണ്ടാണ് ബാക്കിലേ വന്നത്. പിന്നെ അന്ന് മൊത്തത്തിലൊരു നമുക്കൊരു കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോളൂ. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നമ്മളൊന്നും ആവണില്ല, നമ്മൾ ഒന്നുമില്ല നമുക്ക്. അപ്പോൾ എല്ലാവരിൽ നിന്ന് ഒതുങ്ങി നമ്മളിങ്ങനെ എപ്പോഴും പിന്നിൽ മതി, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ചേട്ടൻ നല്ലോണം ഉണ്ടായിരുന്നു. ചേട്ടൻ എല്ലാവരും അന്ന് മറ്റേ അനിലൻ ചേട്ടൻ വിശന്നിരിക്കുമ്പോൾ ഇഡ്ഡലി കൊണ്ടുവന്ന് തന്നു എന്ന് പറഞ്ഞ വീഡിയോയിലൊരു കമൻ്റ് ഉണ്ട്. ഒത്തൊരുമ നിങ്ങളുടെ വീഡിയോയിൽ മാത്രമേ ഉള്ളൂ അല്ലേ, ശരിക്കും ഇല്ല അല്ലേ? ഇത്ര അധികം വീടുകളുണ്ടായിട്ട് അജു എല്ലാ ദിവസവും സരിതേരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചോടെ ഇത്ര ചേട്ടനനിയന്മാർ വീട്ടിൽ അടുത്തുള്ള പോന്ന്. 1-2 ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ചേട്ടൻ പോയിട്ട് ചിലപ്പോൾ അനിലൻ ചേട്ടൻ അവിടെ നിന്ന് കഴിക്കും. ഒരു ദിവസത്തേക്കൊക്കെ ഞാൻ വീട്ടിൽ പോയി വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഞാനവിടെ 1 കൊല്ലത്തിന് മേലെ നിന്നു. പ്രഗ്നൻ്റ് ആവണതിൻ്റെ 3 മാസം മുന്നേ തൊട്ട് തന്നെ റെസ്റ്റായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് പ്രസവിക്കണം അത്രയും ടൈം. പിന്നെ ജഗ്ഗുന് 3 മാസം ആവണ വരെ അത്രയും സമയം അവിടെ നിന്നു. അതായത് ജൂലൈയിൽ അങ്ങോട്ട് പോയിട്ട് പിന്നത്തെ കൊല്ലം സെപ്റ്റംബറിൽ അങ്ങോട്ടാണ് ജഗ്ഗുവിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ 1 കൊല്ലത്തിലധികം ഇത്രയും നാൾ. പിന്നെ ഈ പറഞ്ഞ കോംപ്ലക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ചേട്ടന് തോന്നിയില്ല. അല്ലാണ്ട് അവർ തരാണ്ടല്ല. ഇപ്പം കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പാപ്പൻ്റെ ഇവിടുന്ന് ഭക്ഷണമൊന്നും കഴിക്കണ്ടെന്ന് പറയുക, ആട്ടിറക്കൊന്നും ആരും ചെയ്യില്ല. എല്ലാവരും ഭക്ഷണം തരും. അതായത് ഇവിടെ ഉള്ളവരെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വയറ് നിറയെ ഭക്ഷണം കൊടുക്കുക. അത് ആര് വന്നാലും അതില് ഇവിടെ ഉള്ളവര് ഒന്നാം സ്ഥാനത്താണ്. കാരണം എവിടെ പോയാലും അതുപോലെ തന്നെ കഴിക്കല്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് അതുപോലെ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വീട്ടിൽ പോയാലും ഞങ്ങളിപ്പോ ഒരു വീട്ടിൽ പോയിട്ട് അവർ ഭക്ഷണം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നു പറയേണ്ടി വരില്ല. വിളമ്പി തരാനും നിൽക്കേണ്ടി വരില്ല. കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ ഉള്ളവർ പറയും വിളമ്പി തരണ്ട, ഞങ്ങൾ എടുത്ത് കഴിച്ചോളാം. ഇവിടെ ഉള്ളവരുടെ സ്വഭാവം അങ്ങനെയാണ്. പിന്നെ അടുത്ത് ആൻസ്. ഗുഡ് മോർണിംഗ് അജു സരിത. ആഫ്റ്റർ ദ ഫെൻസിങ് വർക്ക് സറൗണ്ടിങ് ദ ഹോം പ്രമിസസ് റിയലി ലുക്സ് വെരി നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇഫ് അവർ തോട്ട്സ് ഹാപ്പൻസ് ടു ബി ഫുൾഫിൽഡ്. ദ ഹാപ്പിനെസ് ആൻഡ് ജോയ് ഈസ് ബിയോണ്ട് ബൗണ്ടറീസ്. ഗോഡ് ബ്ലസ്. താങ്ക് യു. അടുത്തത് ബാലാമണിക്ക് എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന് പറഞ്ഞിട്ടൊരു വരി എഴുതിയിട്ടുണ്ട്, മനോഹരം. പിന്നെ വീണ്ടും സജീവ് കുമാർ എഴുതിയിട്ടുണ്ട്, വെറുതെ, അതായത് വിയർക്കാതെ കിട്ടുന്ന പണമല്ലേ എന്തുമാകാമല്ലോ. അപ്പോൾ വലിയ വലിയ കോടീശ്വരന്മാരില്ലേ, അംബാനി, അവരൊക്കെ വിയർക്കാണ്ടാണോ കാശുണ്ടാക്കണേ? അതായത് ലോകത്തിലെ ഏറ്റവും പൈസ വലിയ വീട് ആളുടെ അല്ലേ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിച്ചുണ്ടാക്കിയ വീടാന്ന് തോന്നുന്നു ആന്റിലിയ. എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം അനിലൻ ചേട്ടൻ്റെ ജോലി നല്ലോണം വിയർത്തുണ്ടാക്കണതാ. ഇപ്പോൾ അനിലൻ ചേട്ടൻ്റെ മോള് കാജു CA കാരിയാണ്. അവള് AC റൂമിൽ മറ്റേ വെറുതെ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരുന്നാൽ മതി. അത് വെറുതെ ഉണ്ടാക്കണ പൈസയാണോ? തല ചില്ലറെങ്ങാനാണോ വർക്ക് ചെയ്യേണ്ടവരുടെ? അപ്പൊ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും ടെൻഷനും. പിന്നെ അത് മാത്രല്ല, നമ്മൾ ഇവിടേക്ക് എത്താനായിട്ട് എത്ര കൊല്ലം പിടിച്ചെന്നറിയോ? 7 കൊല്ലം പിടിച്ചു. തുടക്കം നമ്മുടെ വീഡിയോക്ക് ആരുണ്ടായിരുന്നു? തുടക്കം ഇപ്പം നമ്മള് വീഡിയോ ഏപ്രിൽ മാസം, അതായത് ഇത് ഏപ്രിലാണ് തുടങ്ങിയത്, 2018. അപ്പോൾ ഇപ്പം എത്ര കൊല്ലം ചേട്ടാ? ഏപ്രിലിൽ തുടങ്ങിയിട്ട് ഡിസംബറിലാണ് നമ്മളുടെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവണേ. എത്ര മാസം കൊണ്ട്? 8 മാസം കൊണ്ട് അല്ലേ? ഈ 8 മാസത്തോളം 20 പേര്, 50 പേര്, 60 പേര്, അങ്ങനെ ചേട്ടൻ ഒരു ലിസ്റ്റൊക്കെ എഴുതി വെച്ചത് അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും, ആ ഓർമ്മയ്ക്ക്. ഓരോ ദിവസത്തെ വീഡിയോ, എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇട്ടോടുന്നില്ല, ആഴ്ചയിൽ എന്നാലും 4 വീഡിയോക്ക് ഇട്ടോടുന്നു. 80 വീഡിയോളം 90 വീഡിയോളം ഇട്ടിട്ടാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആവണേട്ടാ. അപ്പം 50-60 പേരെ കാണണേ. അതുകൊണ്ട് ആയിരിക്കും നമുക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ടു 10,000 പേരെ കണ്ടുള്ളൂ. ഞങ്ങൾക്ക് ഒരു വിഷമമില്ല, 10,000 പേര് കണ്ടില്ലേ. തുടക്കമൊക്കെ 50 പേരും 100 പേരും കണ്ടേന്ന് 10,000 പേര് കാണാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ 1,00,000 പേര് കണ്ടു, അപ്പോഴും ഞങ്ങൾ ഓവറായിട്ട് സന്തോഷിക്കാറില്ല. എല്ലാത്തിനും ഒരു മിതമായ രീതിയിൽ അങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. എത്ര മാസം കൊണ്ടല്ലേ എത്തിയത്? എന്തായാലും വേർക്കാണ്ടല്ല എന്ന് ഇപ്പം വെറുതെ ഇരിക്കുന്നിട്ട് വെറുതെ വേർക്കണു. കസേരയിൽ ഇരുന്നിട്ട് വർത്താനം പറയണുള്ളൂ, എന്നിട്ട് വരെ വിയർക്കണം. അതുകൊണ്ട് വിയർക്കാണ്ട് പൈസ ഉണ്ടാക്കണമെന്ന് മാത്രം പറയല്ലേ. അടുത്തത് തുളസി കെ.
മതിലോ വേലിയോ കെട്ടിയെന്ന് വെച്ച് ഉള്ള സ്നേഹം കുറയുകയോ കെട്ടിയില്ലാന്ന് വെച്ച് കൂടുകയോ ചെയ്യാൻ പോണില്ല. എന്നാൽ പല മനുഷ്യർക്ക് പല ഇഷ്ടങ്ങളാകുമ്പോൾ ചെറിയ ചില അതിരുകൾ നല്ലതാണ്. അതന്നെ, ഇഷ്ടക്കുറവാരെയൊന്നും വരുന്നില്ല ഇതിൽ. കയറ്റിറക്കങ്ങളൊന്നും ഇല്ല, നമ്മൾ സാധാരണ പോലെ തന്നെ ഇപ്പോഴും പോകുന്നുണ്ട്. അല്ല, പല സ്ഥലത്തും ഈ എതമാന്തണ പ്രശ്നം, മണ്ണിടിയണ പ്രശ്നം, മഴ പെയ്യുമ്പോൾ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകണമെന്നുള്ള പ്രശ്നം, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അതിൽ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നല്ല അയൽക്കാരുണ്ടാവും, സ്നേഹം കൂടുള്ളൂ, സ്നേഹബന്ധം. അടുത്ത് സന്ധ്യാകളരിക്കൽ. അജുവേട്ട ആഗ്രഹങ്ങളൊന്നും ബാക്കി വയ്ക്കരുത്, എന്തായാലും അടിപൊളിയായി, ചുറ്റും സംരക്ഷണ വലയം. പിന്നെ ഇന്ന് അജുവേട്ടനെ കാണാൻ നല്ല ഭംഗി, ഒരു പ്രത്യേകത, ആഗ്രഹം പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷമാവാം. അതെ, അത് തന്നെ. അതെ, സരിത മതിലിന് പുറത്ത് ഇരുന്നില്ലേ, അവിടെ നിറയെ ബോഗൻവില്ല പല കളറിൽ വെച്ച് കൊടുക്ക്. അജുവേട്ട സരിത ഒട്ടും മോശമല്ലാട്ടോ, ഈ ഡ്രസ്സിൽ സുന്ദരിയായിട്ടുണ്ട്. ഇപ്പോൾ മതിലിന്മേൽ ഒരു മഞ്ഞ കളർ പൂവുള്ള ഒരു പടരണ ചെടിയില്ലേ, അത് വെച്ച് കൊടുത്താൽ ഫുള്ള് മതിൽ കവർ ചെയ്ത് പടർന്നു പോകുമ്പോൾ മഞ്ഞപ്പൂക്കൾ നിറയും. അത് കാറ്റ്സ് ക്ലോ. അതുപോലെ മണിമുല്ല വെച്ച് പിടിപ്പിക്കുക. അയ്യോ, ആലോചിക്കാൻ വയ്യ, എന്ത് ഭംഗിയായിരിക്കും കാണാൻ. ഞാൻ മനസ്സിൽ കണ്ടു, ഇപ്പോൾ മതിൽ വെച്ചപ്പോൾ നല്ല ഭംഗി, അതും കൂടി പടർന്നാൽ ആലോചിക്കൂട്ടാ. ജഗ്ഗു എന്തിയേ? ജഗ്ഗു ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ പൂക്കൾ നിങ്ങൾ പറഞ്ഞില്ലേ വെക്കാം, കുറച്ച് നാൾ കഴിയട്ടെ. തലേബ് റോയ് പ്രണത. ഇൻട്ര് ഇന്ന്, നേട്ര് ഇന്നലെ, നാളെ എന്ന് പറഞ്ഞാൽ നാളെ. മനസ്സിലായി? പഠിച്ചില്ലേ ഇപ്പോൾ? അണ്ണൻ്റെ അടുത്ത് തമിഴ് സംസാരിച്ചപ്പോൾ അല്ലേ ചോദിക്കുന്നത്. ഇൻട്ര് എന്ന് പറഞ്ഞാൽ നാളെ, നാളെ എന്ന് പറഞ്ഞാൽ മറ്റന്നാ. അണ്ണൻ്റെ ആകെ തെറ്റി. ഇനി കുറച്ച് കന്നഡ കൂടി പഠിപ്പിച്ച് തരാട്ടോ. 5 കസിൻസ് എന്ന് വെച്ചാൽ 5 കസിൻസ്. നെല്ലി ആരാവത്, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒബ്രു മധു, ആ മധു അല്ല, മദ്യം. മാടിക്കൊണ്ടറേൻ എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക അല്ല, മേടിച്ചോണ്ട് വരണം. അപ്പോൾ നേരെ ഓടിപ്പോയി മധു മാടി കൊണ്ടുവാ, എന്നിട്ട് ഈ തലേബിനെ വിളിക്കൂ. അയ്യോ, ചിരിക്കാൻ വയ്യ. ചുരുക്കത്തിൽ വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആ പെൺപിള്ളേരെ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി മാറ്റും എന്നാണ് എൻ്റെ അർത്ഥം. ജെസ്സി ജോസ് കന്നഡ പഠിച്ചു. ജെസ്സി ജോസ്, ഈ കുടുംബത്തിലെ ചേട്ടൻ അനുജന്മാരുടെ ഭാര്യമാരിൽ സരിത ചേച്ചി കുറച്ച് ഓവറായിട്ട് തോന്നാറുണ്ട്. കാരണം മറ്റുള്ള ചേച്ചിമാരൊന്നും അവരുടെ ഭർത്താക്കന്മാരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. സരിത ചേച്ചി എപ്പോഴും കുടിച്ചതിൻ്റെയും കഴിച്ചതിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് അനിലൻ ചേട്ടനെ വളരെ താഴ്ത്തി കെട്ടി സംസാരിക്കും. അനിലൻ ചേട്ടനെ ഞാൻ താഴ്ത്തി കെട്ടി എപ്പോൾ സംസാരിച്ചു? അജുവേട്ടനെന്നാ ഉദ്ദേശിച്ചത്. അതാവും. ദിനവും കാണുമ്പോൾ പിന്നെ പറയാതിരിക്കുന്നത് എങ്ങനെ? അതായത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ സാധാരണ പോലെ നമ്മളൊന്നും മറച്ചു വയ്ക്കാണ്ട് സാധാരണ പോലെ ഇത് ചെയ്യുന്നത് മാറ്റുന്നത്. എന്താ പറയുക, വിശദീകരണം കൊടുത്ത് മടുത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജെസ്സി ജോസിനോട് ഒന്നും പറയാനില്ല. ഞാനിങ്ങനെയാണ്. ജെസ്സി ജോസ് ചേച്ചിയുടെ ഭർത്താവിനെ അല്ലല്ലോ ഞാൻ കളിയാക്കിയത്, എൻ്റെ ഭർത്താവിനല്ല, എൻ്റെ സ്വന്തം ഇത് എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിലേക്ക് വേറെ ആരും ഓടിക്കാറുണ്ടോ? ഞാനുണ്ട് ഇവിടെ പറയാനായിട്ട്. അടുത്തത് ലീലാമണി പ്രഭ. ലീലാമണി പ്രഭ അങ്ങനെയാട്ടാ. വീടിൻ്റെ ഔട്ട്ലുക്ക് ടോട്ടലി മാറിപ്പോയി. മാർച്ച് 10 മുതൽ ഞാനൊരു വലിയ യാത്രയിലായിരുന്നു. സന്തോഷകരമായ യാത്രയൊക്കെ കഴിഞ്ഞു വന്നു. ഇന്നാണ് വീഡിയോസ് കണ്ടു തുടങ്ങിയത്. ആ ഫെൻസിങ് വീടും പരിസരവും അടിപൊളിയാക്കി. പത്തനംതിട്ട ജില്ലയിൽ അവർക്ക് ഫ്രാഞ്ചൈസി വല്ലതും ഉണ്ടോ? തിരുവല്ലയ്ക്കടുത്ത് ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു ഭാഗം ഇങ്ങനെ ഫെൻസ് ചെയ്യണമെന്നൊരാഗ്രഹം. ചക്കപ്പഴം ഞങ്ങൾ കഴിച്ച ഒരു ഫീൽ കിട്ടി. ചക്ക ഹലുവ ടേസ്റ്റി ബട്ട് അധ്വാനം കൂടുതൽ. കുറേ ദിവസങ്ങളായിട്ട് സരിതയുടെ പാട്ടും അജുവിൻ്റെ നാക്കൊളുക്കും കേട്ടിട്ട് വീണ്ടും നിങ്ങളുടെ വീഡിയോസിനൊപ്പം. അവർക്ക് പത്തനംതിട്ടയിൽ നിന്ന് വന്ന് പണിയാൻ പറ്റില്ല, ഇവിടെ തൃശ്ശൂരിൽ കിട്ടിയിട്ട് വർക്ക് ചെയ്യാൻ അവന് പറ്റണില്ല. ഓർഡർ കിട്ടിയിട്ട് കണ്ടമാനെ ഡ്രസ് വർക്കിൽ കിട്ടിയിട്ട് പണിയാനായിട്ട് പണിക്കാരും ഇല്ല അധികം. കോൾസ് വന്നിട്ട് എടുക്കാനായിട്ട് പറ്റാണ്ടേ, അതിന് പോലും എടുക്കാൻ പറ്റാണ്ട ആളുകൾ നമുക്ക് മെസ്സേജ് ഇടാം, സുമേഷിനെ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ, കുറേ വട്ടം വിളിച്ചിട്ട് എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞു. വേനൽക്കാലല്ലേ ആളുകൾ ഡ്രസ് വീടിൻ്റെ മുകളിൽ കണ്ടമാനം പണികൾ ചെയ്യുന്ന സമയം. അടുത്തത് KA ജോയ് കള്ളിക്കാടൻ. വീഡിയോ അവസാന നിമിഷങ്ങൾ ബഹു സൂപ്പർ. പിന്നെ കാണൽ ഒഴിവാക്കി ബുദ്ധിപൂർവ്വം വയറ് കാണലാക്കി അജുവിന് അഭിനന്ദനങ്ങൾ. മത്തങ്ങ ഉണ്ടാകാനുള്ള അല്ലൻ ചേട്ടൻ്റെ തെറികൾ ഒന്ന് വാട്സപ്പ് ചെയ്യുമോന്ന്. ആളെന്നെയാ. ആള് 3-4 കമന്റിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഉരുളിയിൽ ഇടുന്നതിന് മുൻപ് അജുവിനെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. നന്നായി, അഭിനൊന്നും ഇടാൻ കിട്ടില്ല. അങ്ങനെ 3-4 കമന്റ് ആൾ ഇട്ടിട്ടുണ്ട്. KA ജോയ് കള്ളിക്കാടൻ. അടുത്തത് KRS തന്നെ.
നമ്മുടെ റിയാസ് ഇനിയും എവിടെയാണ് പോയോ? റിയാസിനെ കാണാനില്ല. ഞാൻ ഈ കമന്റ് വായനയുടെ തുടക്കം തന്നെ പറഞ്ഞു വിചാരിച്ചതായിരുന്നു, കാണാനില്ല. റിയാസിനെ കാണാനില്ല, ടെസ്ല മൈ ഹീറോനെ കാണാനില്ല. അത് പിന്നെ കുറേ നാളായി. വല്ലപ്പോഴൊക്കെ ഒരേ കമന്റ് ഇട്ടിട്ട് അത് വായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയാറുള്ള റോൺ ദ ഡോണിനെ കാണാനില്ല. അങ്ങനെ പിന്നെ സതീദേവി ആളൊക്കെ കമന്റ് ഇടുന്നുണ്ട്. അവരൊക്കെ കാണാറുണ്ട്. KRSNA പുറത്തുള്ള പട്ടികൾ ഉള്ളിൽ കയറില്ല, ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനിട്ട് കൊട്ടിയതാണോ ചേട്ടാ? തമാശ പറഞ്ഞതാണ് കേട്ടോ, അടിപൊളി. ഒരിക്കലല്ല. നിങ്ങളൊക്കെ അങ്ങനെ കാണാം. ഞങ്ങളുടെ ഇവിടെ ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. ദീപ മനോജ്, എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾക്ക് വീട്ടിൽ തന്നെ ഹൽവ ഉണ്ടാക്കും. അപ്പോൾ കുട്ടിയായി എനിക്കിഷ്ടം അങ്ങനെ ഉരുളി ചുരണ്ടി കഴിക്കുക. ആഹാ എന്താ സ്വാദ്. അതിന് അത് ഭയങ്കര ഇതാ, എന്താ പറയാ, ഒരു വലിയണക്ക പോലെ. ഏറ്റവും രസമുള്ള സാധനമാണ്. അതിലേക്ക് കൊണ്ടുപോയി ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. ഒരിക്കലും കിട്ടാത്ത ആ കാലം. പിന്നെ എല്ലാ ദിവസവും ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒരു ഡെയിലി റുട്ടീനായി മാറി. എൻ്റെ സ്വപ്നമാണ് നിങ്ങളുടെ വീടും പരിസരവും. അതിനു വേണ്ടി കൂടിയാണ് ഇഷ്ടമില്ലാത്ത ഈ പ്രവാസവും. പിന്നെ ഒരിക്കൽ എനിക്ക് അവിടെ വന്ന അനിലൻ ചേട്ടനെ ഏറെ ഇഷ്ടം. എല്ലാവരും കാണണം. അനിലൻ ചേട്ടനെ മാത്രം കണ്ടാൽ മതിയാ? അല്ല, എല്ലാവരും കാണണം. വരൂ നമ്മുടെ വീട്ടിലേക്ക്. ശരത് CB ബാബു, ആജുവേട്ടൻ പറഞ്ഞത് ശരിയാ. ആ ചക്ക കഷ്ണം കണ്ട ശരിക്കും ടോം ആൻഡ് ജെറിയിലെ ബീഫ് കഷ്ണം പോലെ തന്നെയുണ്ട്. കരിക്ക് വേണോ എന്നല്ല ചേട്ടൻ പറഞ്ഞപ്പോൾ അത് ഇപ്പം വേണ്ട 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ മാനർമത്തെ സ്പീക്കിംഗ് ആണ് ഓർമ്മന്നത്. സിനിമയിൽ മുകേഷിൻ്റെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി വാണി വിശ്വനാഥിൻ്റെ കൂടെ കിടക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഡയലോഗ്, മത്തായി ചേട്ടാ ഞാനൊന്ന് പറയട്ടെ, തൽക്കാലം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട, 1 കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. എടാ കാട്ടുപോത്തെ, ഇപ്പോൾ പോയി കിടന്നാലേ 1 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവും, അല്ലാണ്ട് നാളെ കാലത്തൊന്നും കുട്ടികളുണ്ടാവില്ല. അതുപോലെ അല്ല ചേട്ടാ, ഇപ്പം പോയാലാണ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കിട്ടുള്ളൂ എന്ന്. ചേട്ടനത് കോമഡി ആയിട്ട് പറഞ്ഞ് ഇപ്പൊ കല്യാണം കഴിക്കേണ്ട കാര്യം പറയുമ്പോൾ എനിക്കിപ്പോൾ വേണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയില്ലേ ആദ്യത്തെ കൺമണിയില്. എനിക്കിപ്പോൾ കല്യാണം വേണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി. മറ്റേ അതില് മാത്രല്ല, മറ്റേ സിനിമയില് ബ്രോഡാഡിയില് അതിലുണ്ട്. കുറെ സിനിമകളുണ്ട് അങ്ങനെ. ജയറാമനെ വേറെ സിനിമയിൽ പറയുന്നുണ്ട്. അയ്യോ ആ സിനിമയില് ആദ്യത്തെ കൺമണിയില്ല, എൻ്റെ നാവും തുമ്പത്തുണ്ട്. നോക്കട്ടെ, നാവും തുമ്പത്ത് കാണാനില്ലല്ലോ. അതേടയിൽ പറയാം, ആലോചിച്ചിട്ട് പറയാം. ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ശരത്. പ്രേമ മലയത്ത്, പാവം ജഗു കൈ നീട്ടിയത് ആരും കാണാതെ പോയില്ലേ. അനിലും ചേട്ടന് എന്ത് കരുതല നിങ്ങളോട്. നിങ്ങൾ വരുമ്പോഴേക്കും ചക്ക വേവിച്ച് അരച്ചു. ജഗ്ഗുവിന് സ്പെഷ്യൽ ജ്യൂസ്, നിങ്ങൾക്കിളനീർ. എന്താ സ്നേഹം. ചേട്ടന്മാരും സീമയും നിങ്ങളും എല്ലാവരും കൂടി നല്ല വൈബ്. മതിൽ വീണപ്പോൾ ആരില്ലാത്തത് നന്നായി. ചക്ക വരട്ടിയത് സൂപ്പർ. പറയാതിന് മറുപടി. അതുകൊണ്ട് ക്യാമറ അവിടെ നിന്നായതുകൊണ്ട് ക്യാമറാമാന് കാണാൻ പറ്റും. നിങ്ങളും കണ്ടു, ഞങ്ങൾ കണ്ടില്ല. കണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കില്ലേ. കുറേ പേര് ഇട്ടിട്ടുണ്ട്, ജഗ്ഗുവിന് കൊടുത്തില്ല. നമുക്ക് ആർത്തി കൂടിയിട്ട് നമ്മള് ജഗ്ഗുവിനെ, നമ്മുടെ മോനല്ലേ, നമ്മള് കൊടുക്കാണ്ടിരിക്കുവോ അവന്? കാണാണ്ടാണ്. അല്ല, അവൻ പിന്നെ കഴിച്ചു, ഇഷ്ടം പോലെ കഴിച്ചു. അവന് ഇഷ്ടാ, ചക്കപ്പഴത്ത് ഇഷ്ടം ആൾക്ക്. ആദ്യം കഴിച്ചു തുടങ്ങില്ല, ഇപ്പൊ കഴിച്ചു തുടങ്ങി. അടുത്ത് വിനോദിനി KP. അനിലൻ ചേട്ടൻ ഒരു സംഭവം തന്നെ. അനിയനെയും കുടുംബത്തെയും വിരുന്നുകാരെ പോലെ സൽക്കരിക്കുന്നു. എല്ലാത്തിലും ഇതുപോലുള്ള സ്നേഹമുള്ളൊരു ചേട്ടൻ എല്ലാ കുടുംബത്തിലും ഉണ്ടെങ്കിൽ കുടുംബകലഹം ഇല്ലാതാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചേട്ടൻ അങ്ങനത്തെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ, ഇതൊന്നുമില്ലാത്ത ഒരാളുണ്ടായാൽ മതി ആ കുടുംബം കലക്കാൻ. കാശിനോട് മാത്രം ആർത്തി, ബന്ധങ്ങളോട് സ്നേഹങ്ങൾ ഇഷ്ടമില്ല. സ്വന്തം ഭാര്യ, സ്വന്തം മക്കൾ, സ്വന്തം വീട് നന്നായിരിക്കണം എന്ന് അത്ര സെൽഫിഷായിട്ടുള്ള ഒരാൾ വന്ന് പെട്ടാൽ കഴിഞ്ഞു. ഭാരതി ആനന്ദ്. അജു തമിഴ് പഠിച്ചിട്ട് വാക്കുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. സരിത പറഞ്ഞ പോലെ മലയാളം തന്നെ നേരെ ചൊവ്വേ പറഞ്ഞിട്ട് പോരെ തമിഴിലേക്കുള്ള പോക്ക്. കറുപ്പയ്യണ്ണനെ നാണം കെടുത്തല്ലേ. ചക്ക കാണിച്ച് മനുഷ്യനെ കൊതിപ്പിച്ചു. നിങ്ങളുടെ ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ. എന്നിട്ടാ വാതില് തുറന്നെങ്കിലോ, ഗേറ്റ് തുറന്നെങ്കിലോ. ചാർലിനെ പൂട്ടിയിട്ടില്ല. സുജിത കഴിഞ്ഞ ആഴ്ച വന്നതാ, ഒരാഴ്ച വന്നിട്ടില്ലേ. വിഷ്ണു കോലോത്തൊടി. ഇപ്പോൾ എന്താ ഒരു അധിക സേഫ്റ്റി ചിന്ത? താമരശ്ശേരിയിൽ ആരെങ്കിലും നിങ്ങളോട് വന്ന് എന്തെങ്കിലും കട്ടെടുത്തോ? നിങ്ങളോടെ വന്നിട്ട്, നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കട്ടെടുത്തോ? ചുറ്റും വൻമരങ്ങളാണ്. അതിൻ്റെ കൊമ്പൊക്കെ പൊട്ടി വീണാൽ, അല്ലെങ്കിൽ മരം തന്നെ പൊട്ടി വീണാൽ ഈ ചൊരുക്ക് അങ്ങ് പോകും. പണം സ്വാഹ.
എന്നിട്ട് ചിരിക്കണം കുറച്ച് ഇമോജി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടെടുക്കാൻ അല്ല ഇപ്പം എന്തുകൊണ്ടാണ് അധിക സേഫ്റ്റി ചിന്താന്ന്? ഇത് സേഫ്റ്റി ചിന്തയൊന്നുമല്ല, ഇതിപ്പോൾ ഒരു ഭംഗിക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിലിപ്പോൾ ഈ ഊച്ചാടി വേലി ചാടി കിടക്കാനായിട്ട് ആളുകൾ വല്ല ബുദ്ധിമുട്ടുണ്ട്. അതെ, നമ്മളുടെ സേഫ്റ്റി ചിന്തയായാലും നമ്മുടെ ആഗ്രഹങ്ങൾക്കായാലും അതിര് നിശ്ചയിക്കുന്നത് ആരാ? നമ്മുടെ കയ്യിലുള്ള പൈസ. നമുക്ക് ഒറ്റ പൈസ ഇല്ലാത്തപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കിടക്കണതായാലും വീട് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നാലും ഒന്നും അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അന്ന് വീട് ജതൽ പിടിച്ച് കിടക്കുമ്പോൾ എന്താ പറയുക, ഒരു സേഫ്റ്റി എന്ന് പറയണതില്ല ആ സമയത്ത്. നമ്മുടെ ജനലേമലൊക്കെ ഇങ്ങനെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ജനലേരെ ഫ്രെയിം മൊത്തം ചെതലാട്ടാ. അതൊക്കെ ഒരു ഇതുമ്മല നിൽക്കണം, ഒരു പെയിൻറ്റുമ്മലാണ് അത് നിൽക്കണം. പുറത്തത്തെ പെയിൻ്റ് അടിച്ചതില്ല, അതാണല്ലോ അത് വിരലിങ്ങനെ കുത്തി ഉള്ളിൽ പോവും. അങ്ങനത്തെ വീട്ടിൽ നമ്മൾ കൊല്ലങ്ങൾ കഴിഞ്ഞേ. അപ്പോൾ എന്നിട്ട് ചേട്ടൻ എന്നോട് പറയാറ്, ഞാനാണ് എണ്ണി പറക്കിരുന്നിട്ട്, അയ്യോ നമ്മുടെ വീടിന് ഏത് കാലത്ത് പറ്റാനാ നമുക്കിത് ചെയ്യാനായിട്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തുടങ്ങും. അപ്പോൾ 13 കൊല്ലത്തോളമായിട്ടുണ്ട് വീട് പെയിൻ്റ് അടിച്ചിട്ട്. അപ്പോൾ 13 കൊല്ലത്തോളം പെയിൻ്റ് അടിക്കാണ്ട് കിടന്നു. ജഗ്ഗുൻ്റെ വക വരച്ച് കൂറി മറ്റേ സ്കെച്ച് പെന്നും മറ്റേതൊക്കെ വെച്ചിട്ട് ആകെ വരച്ചിട്ടത് അങ്ങനെ. അപ്പം ഞാൻ ചേട്ടനോട് ഇങ്ങനെ ഇടയ്ക്ക് പറയൂട്ടാ. അപ്പോൾ ചേട്ടൻ പറയും, ഇതുപോലെ തന്നെ വീടില്ലാത്തവർ എത്രയോ പേരുണ്ട് ഈ ലോകത്തിൽ. ഈ പുല്ല് മേഞ്ഞ ഓല മേഞ്ഞ വീട്ടിലും കുടിലും കടത്തിണ്ണയിൽ അവിടെ ഇവിടെയും കിടക്കണവർ ഇല്ലേ. അപ്പോൾ ശരിയാണ്. അപ്പോൾ ഇങ്ങനൊരു വീട് നമുക്ക് തന്നതിന് നീ ദൈവത്തിനോട് നന്ദി പറയും. അങ്ങനെ ചേട്ടൻ എന്നോട് പറയാറ്. ശരിയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെക്കാളും താഴെ ഉള്ളവരെ നോക്കിയിട്ട് സമാധാനിച്ചു. കാരണം കാശില്ലേ കയ്യിൽ, കടവും ജപ്തി നോട്ടീസും അങ്ങനെയായിട്ട് കിടക്കുകയാണ് നമ്മൾ. പിന്നെ അതിൽ നിന്നൊക്കെ നമ്മൾക്ക് വന്നു നമ്മുടെ കയ്യിൽ വരുമാനം വന്നു തുടങ്ങുമ്പോൾ പതുക്കെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം വയ്ക്കും. അപ്പോൾ നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങളായിട്ട് നമ്മൾ സാധിക്കും. ഇനിയിപ്പോൾ സാധിച്ചില്ലേ, വേണ്ട, അത്രേ ഉള്ളൂ. ഇനിയും ആഗ്രഹങ്ങൾ വരും. ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ചേട്ടൻ ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ട്രീ ഹൗസ്. അത് കഴിയുമ്പോഴോ അടുത്ത ആഗ്രഹം വരാം. അതെ. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ വിഷ്ണു. അല്ലാണ്ട് ഇപ്പം നമ്മുടെ താമരശ്ശേരിക്കാരൊന്നും കട്ടെടുക്കാൻ വന്നിട്ടല്ല. അപ്പോൾ താമരശ്ശേരിക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടനനിയന്മാരെന്നില്ല. അവർ നമ്മുടെ വീട്ടിൽ എന്ത് കെട്ടെടുക്കാൻ വരുന്നു? ഇപ്പം ഈ ലോകത്തിൽ മതിൽ ചുറ്റും കെട്ടിയിട്ടുള്ളത് ലോകത്തിൽ ആദ്യമായിട്ട് നമ്മളല്ല മതിൽ പണിതിട്ടുള്ളത്, ഇങ്ങനെ ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടംപോലെ പേരുണ്ട്. അവരൊക്കെ വല്ലവരും തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കുടുംബക്കാരെന്നെ വീട്ടിൽ കയറി വല്ലതും കട്ടെടുക്കാൻ വരുന്നു വിചാരിച്ചിട്ട് ചെയ്യണതാണോ? ഇനിയിപ്പോൾ ഈ പറയുന്ന വിഷ്ണുവിൻ്റെ വീടിൻ്റെ ചുറ്റും തന്നെ മതിലുണ്ടാവും. അത് ആരെങ്കിലും കട്ടെടുക്കാൻ വരും വിചാരിച്ചിട്ട് ചെയ്തതാണോ? പിന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴല് സാധാരണ. ഇപ്പോൾ റോഡിലൊക്കെ നമ്മൾ വഴി കൂടെ പോകുമ്പോൾ മരങ്ങൾ ഇടിഞ്ഞു വീഴല്ലോ. ചിലപ്പോൾ കാറിന്റെ മുകളിലേക്ക് വീണിട്ട് മരിക്കാം. അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. അപ്പൊ മരങ്ങൾ വീഴോ അതേ എവിടേക്കാവും വീഴ, ഈ മതിലുമിലിക്കാണോ വീഴ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അത് ഇരുമ്പാണ്. അതിലേക്ക് വീണാലും അതിനെന്തെങ്കിലും പറ്റും തോന്നില്ല. പറ്റിയാൽ തന്നെ അത് ചിലപ്പോൾ അങ്ങോട്ട് മറിഞ്ഞു വീഴോ ഇങ്ങോട്ട് മറിഞ്ഞു വീഴോ ചെയ്യുള്ളൂ. അപ്പം എടുത്ത് അങ്ങനെ തന്നെ അത് വെച്ച് വെൽഡ് ചെയ്ത് മറ്റേ ബോൾട്ട് ഇട്ട് മുറുക്കുക വേണ്ടോ. ഒക്കെ ബോൾട്ട് ഇട്ട് മുറുക്കി പോയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇനി ഞങ്ങളുടെ അത് അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞങ്ങളുടെ കാശ് പോകുന്ന ആലോചിച്ചിട്ടാണ് ഇപ്പോഴേ സന്തോഷിച്ചിരിക്കുകയാണ് വിഷ്ണു. അപ്പൊ അത്രയ്ക്ക് സന്തോഷിക്കണ്ട. അങ്ങനെയൊന്നും ചിലപ്പോൾ അങ്ങനെ അത് വലിയ ഇതില്ല. പിന്നെ പറഞ്ഞില്ല, ആകെ ഇതിന് വന്നേക്കണ ചിലവ് 70,000 രൂപ, അല്ലാണ്ട് 70 കോടി 70 ലക്ഷം ഒന്നും വന്നിട്ടില്ല. പോവാണെങ്കിൽ തന്നെ അത്രയല്ല പോവുള്ളൂ, സാറില്ല. നമുക്കൊരു അസുഖം വന്നാൽ കഴിഞ്ഞില്ലേ. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയി വന്നാൽ എത്ര കാശാ പോവുക. അപ്പം അത്രയുള്ള പൈസ പോകാനൊന്നും അധികം ബുദ്ധിമുട്ടില്ല. അല്ല അതാ ഞാൻ പറഞ്ഞ ചില ആളുകളുടെ മൈൻഡേ എന്തുമാത്രം നെഗറ്റീവ് ആവണം. അവർക്കിപ്പോൾ ഈ വിഷ്ണുവിന് നമ്മളെ കൊണ്ട് നേരിട്ടോ അല്ലാണ്ടോ ഒരു ദ്രോഹവും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും നമുക്കൊരു ഇത് വന്ന് കാണണം, നമ്മുടെ കാശ് പോകണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് കണ്ട. അടുത്തത് മിനിയം. ഗ്രേറ്റ് ഫെൻസിങ് ജോബ്, ലവ് ഇറ്റ്. എനിത്തിങ് യു ക്യാൻ ഡു ടു മേക്ക് യുവർ ഹൗസ് പ്രെറ്റി ആൻഡ് കംഫർട്ടബിൾ ഈസ് ഓൾവേസ് ഗുഡ്. വർക്ക് വിത്ത് മ്യൂസിക് വാസ് റൊമാൻറ്റിക്. അതൊക്കെ തിരുത്തിയാട്ടാ. ഇത് കമൻസൊക്കെ ഇടകലർന്നിട്ടൊക്കെ ആട്ടാ വരണേ. അടുത്തത് റെജി കുര്യാക്കോസ്. പൈസ എന്തിനാണ് ചേട്ടാ? നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് വേലി. സരിതയ്ക്ക് അത്ര തൃപ്തിയാവാത്ത പോലെ. പൈസ ചിലവായതുകൊണ്ടാവും. സാരമില്ല സരിതയെ, അജുവേട്ടൻ്റെ ആഗ്രഹമല്ലേ, അത് അങ്ങോട്ട് നടന്നു. വേലി എനിക്കിഷ്ടപ്പെട്ടു. കാലഘട്ടത്തിനനുസരിച്ച് വീടും പരിസരവും ഭംഗിയാകട്ടെ. ഇന്ന് ജഗ്ഗുവിനെ കണ്ടില്ലല്ലോ. വീടുകൾ വേലി കൊണ്ട് മറച്ചാലും മനുഷ്യബന്ധങ്ങൾ ഒരിക്കലും വേലിയാൽ മറയപ്പെടാതിരിക്കട്ടെ. അത് ഒരു പൊതു തത്വം പറഞ്ഞതാണ്. ഒത്തിരി സ്നേഹത്തോടെ റെജിയേട്ടൻ. താങ്ക് യു. റഷീദ് കറുത്തേടത്ത്. ഇനി സരിതയെ ഒന്ന് മാറ്റണം എന്ന് പറയരുത്. ഇനി ഒരാഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി അതാവുന്നു. ഇനി എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട്. ഇവളെ കൂടി വല്ലവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ എനിക്ക് വേറൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കായിരുന്നു എന്ന് അങ്ങനെ പറയുന്നു.
അങ്ങനെ പറയാ. അല്ല, രാജൻ പിദേവ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് നമ്മുടെ കാവ്യ മാധവൻ പറയുന്ന കേട്ടിട്ടില്ല ഒരു ഇന്റർവ്യൂവിൽ അങ്ങോട്ട്. ആ കേട്ടിട്ടുള്ള പോലെ 2 മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനിയുള്ളത് ഭാര്യയാണ്, അവളെയും കൂടി ആരെങ്കിലും ഏൽപ്പിച്ച് എനിക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാവ്യ മാധവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ചേട്ടാ അങ്ങനെ പറയുന്നു വിചാരിച്ചു. അങ്ങനെ പറയൂ അങ്ങനെ ആര് പറയൂ? ആരെങ്കിലും പറയുമെന്നല്ല, ചേട്ടൻ പറയുമെന്നാണ് ചോദ്യം. വല്ലവരും പറയൂന്നാണ് ചോദ്യം. അങ്ങനെ പറഞ്ഞതാണല്ലോ ഞാനിപ്പോ പറഞ്ഞത്. രാജൻ പിദേവ് പറഞ്ഞിട്ടുണ്ടെന്ന്. അല്ല, ബാക്കിയുള്ളവരെ കാര്യം പോട്ടെ, ചേട്ടൻ അങ്ങനെ പറയൂ? ഞാൻ പറയില്ലല്ലോ. ഞാൻ പറഞ്ഞ അതെ ഇങ്ങനെ ഒരു ഇത് ഇട്ടിട്ട് ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണ്. അപ്പൊ എന്താ ചേട്ടൻ അത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത? ഞാൻ പറയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ പറയൂ? അങ്ങനെ പറയുന്നു പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ചോദിക്കണം. അപ്പൊ അതിപ്പോ അങ്ങനെ ആരെങ്കിലും പറയൂ? ചേട്ടനൊരു നിർവികാരതയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പു കുന്നാവ് പുറത്തേക്കുള്ള വഴിയിലേക്ക് പോകാനുള്ള തൻ്റെ അവസരങ്ങൾ വേലി കെട്ടി തിരിച്ചു. അതിൽ ഗേറ്റും വെച്ച് പൂട്ടിയത് നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന പാവം ചാർലിയുടെ ആത്മകഥ. ശരിയാണ്, കാലുകൾ ഉറയ്ക്കുന്ന പ്രായത്തിൽ വഴിയരികിൽ കിടന്ന് എന്നെ എടുത്തുകൊണ്ടുവന്നു. കിടക്കാനൊരിടവും തന്നു, തിന്നാനും കുടിക്കാനും തന്നു അജുവേട്ടൻ. ജനിച്ച ശേഷം ആരുമില്ലാതെ അനാഥനായി പോകേണ്ടിയിരുന്ന എനിക്ക് ഒരു കുടുംബത്തെ കിട്ടി. കൂട്ടിനൊരു കളിക്കൂട്ടുകാരിയെയും കിട്ടി, പേളി. കൂട്ടുകാരി കുറുമ്പ് കാട്ടുമ്പോൾ പോലും നല്ല ശീലമുള്ളവനായി ഞാൻ തുടർന്നു. പൂട്ടാൻ സമയമാകുമ്പോൾ എനിക്കായി നിശ്ചയിച്ച സ്ഥലത്ത് പോയി അജുവേട്ടനെ കാത്തിരിക്കും. പിന്നെ ഈ വീട്ടിലെയും ബാക്കി വീട്ടിലെയും ആളുകൾ പുറത്തു പോകുമ്പോൾ കൂടെ വരുന്നത് കമ്പനിപ്പടിയിൽ പോയി എനിക്ക് സാധനം വാങ്ങിക്കാനൊന്നുമല്ല എൻ്റെ അജുവേട്ടാ, ഞാൻ എന്നെക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒന്നും പറ്റില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഇനി അതില്ല. താമരശ്ശേരിയിലെ മതിലിൻ്റെ അകത്തുള്ള കറക്കവുമില്ല. വയസ്സിന് മൂത്തവരെങ്കിലും ബാക്കിയുള്ളവരുമായിട്ടുള്ള കൂട്ടുകളുമില്ല. കളിക്കൂട്ടുകാരിയെയും കുഞ്ഞുങ്ങളെയും പോലും കാണാനും പറ്റില്ല. അവളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാനും അവരെ ലാളിക്കാനും ആവില്ല. ഇമ്രാനുണ്ട്, എങ്കിലും ഇന്ന് വരെ കൂടെ ഉണ്ടായിരുന്നവർ കൂടെ ഇനിയും ഉണ്ടാവില്ല എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. വല്യച്ചന്മാരുടെ ബിസ്ക്കറ്റും അതിനേക്കാൾ മധുരമുള്ളവരുടെ സ്നേഹവും ഇനി കിട്ടുമോ അറിയില്ല. ഒന്നറിയാം, എൻ്റെയും ഈ കുടുംബത്തിൻ്റെയും നല്ലതിനും സുരക്ഷയ്ക്കും വേണ്ടി തന്നെയാണ് അജുവേട്ടൻ ഇങ്ങനെ വേലി കെട്ടിയത്. എങ്കിലും വള്ളത്തോൾ എഴുതിയ പോലെ ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. വലിയ ചില സ്നേഹങ്ങൾക്ക് മുമ്പിൽ ചെറിയ ചില ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നേക്കാം. സാരില്ല, സഹിക്കാം, മറക്കാം, പൊറുക്കാം. കരയിപ്പിച്ചു. അല്ല, എത്ര നമ്മുടെ വീഡിയോകൾ എത്ര അധികം നിരീക്ഷിച്ചിട്ട് വേണമല്ലോ ഇങ്ങനെ കമന്റ് എഴുതണമെങ്കിൽ അല്ലേ? ഇന്നലെ ചാർലിയുടെ അവസ്ഥ എത്ര മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ടല്ലേ. ഇത് വായിക്കുമ്പോ സങ്കടം തോന്നും. ഒന്നും അറിയാതെ അല്ല, ഇപ്പൊ ഗേറ്റ് തുറന്നിട്ട് അല്ല ചാർലിനെ പൂട്ടി. സുജിത നായരനെ അവളെ മെക്കട്ടെ ഈ ചാടേ. അശോക് വേൾഡ് അജുവേട്ടൻ സരിതേച്ചി നിങ്ങളൊന്ന് പുറത്തിറങ്ങി കുറച്ച് ദൂരെ മാറി നിന്ന് വീടിനൊന്ന് നോക്കിക്കേ, അതിശയമാകും. എന്തൊരു ഭംഗിയാ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ എനിക്ക് നല്ല ഭംഗിയായി തോന്നിച്ചു. ഊട്ടിയിലെ ഏതോ ഒരു വലിയ ബംഗ്ലാവിനെ പോലെ വലിയ വീടായിട്ട് തോന്നിക്കുന്നില്ലേ? ഭംഗിയുണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ. നമ്മുടെ അത്ര വലിയ വീടൊന്നുമല്ലല്ലോ, മനോഹരമാണ്. ഇപ്പോൾ അടുത്തത് രാജാ ബാനൂസ്. ചാർലിക്ക് കൂട്ടുകാരോടൊന്ന് പറഞ്ഞിട്ട് വരാനൊരു അവസരം കൊടുക്കുമോ? ഫുള്ളായിട്ട് മനസ്സിലാവുന്നില്ല, ഒരു ആകാശക്കാഴ്ച കൂടി കിട്ടുമോ? എന്നാൽ നന്നായിട്ടുണ്ട്. മുല്ല ഷബീർ ദുബായിൽ സൂപ്പർ മാർക്കറ്റിലൊന്നും ചക്ക വരട്ടി ഞാൻ കണ്ടിട്ടില്ല. ചക്ക കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ ചക്ക വരട്ടിയുടെ രുചിയൊന്നും ഉണ്ടാവില്ല. കാരണം അതിൽ അനിലൻ ചേട്ടൻ്റെ പങ്കില്ലല്ലോ. ഇങ്ങ് ദുബായിൽ ഇരുന്നിട്ട് കൊതി അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കൊതിക്കുട്ടനായ അജുവേട്ടൻ്റെ കാര്യം പടച്ചോനെ ഓർക്കാൻ കൂടെ വയ്യ. മത്തങ്ങ തടത്തിൽ ചെന്ന് അനിലൻ ചേട്ടൻ മത്തങ്ങ വള്ളികളോടായി. അല്ല മക്കളെ, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നേരത്തിന് വളം നൽകിയതോ? ഈ പൊരിച്ചൂടിൽ വാടി തളർന്ന് കിടക്കുന്ന നിങ്ങൾക്ക് മനം കുളിർപ്പിക്കാൻ വെള്ളം തന്നതിനോ? പറയൂ. പിന്നെ എന്താണ് നിങ്ങൾ എന്നെ കുറച്ച് മത്തക്കുട്ടികളെ നൽകാത്തത്? ഒരു കാര്യം ഞാൻ പറയാം, വിഷു ആകുമ്പോഴേക്കും നിങ്ങൾ പ്രസവിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങളറിയും. എല്ലാം കൂടി വലിച്ചു വാരി തെങ്ങിന് വളമാക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട, എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കുന്നില്ല. അപ്പോഴാണ് അന്ന് രാത്രിയാണ് ആൺപൂവ് പെൺപൂവിനോട് അനുരാഗ വിലോചനനായി, അതിലേറെ മോഹിതനായി അവളെ മെല്ലെ ഉരസി. പെൺപൂവ്, എന്താ മനുഷ്യ ഇത്ര കാലമില്ലാത്തൊരാട്ടം? ആൺപൂവ്, എന്തോ നിന്റെ ആ വദനം എന്നെ ഏതോ നിർവൃതിയിൽ ആറാടിക്കുന്നു പ്രിയേ. എത്ര നാളായി? അതും പറഞ്ഞതും ഒരു തെന്നൽ അവരെ തലോടി. അവർ ഒന്നായി. അങ്ങനെ മത്തങ്ങ പെണ്ണും അമ്മയായി. മത്തങ്ങ പെണ്ണ് ഏറ്റവും അധികം നന്ദി പറഞ്ഞത് അനിലൻ ചേട്ടനോടാണ്. ആ മനുഷ്യൻ
അന്ന് നല്ല ആട്ടിയത് കൊണ്ടാണ് എൻ്റെ പ്രിയതമന് എന്നോട് ഇങ്ങനെ ഒരു വീണ്ടും വിചാരം ഉണ്ടായത്. അതെ, ഇത് കേൾക്കുമ്പോ എനിക്ക് ഈ വീടിരായപ്പന്റെ കഥാപ്രസംഗം ഓർമ്മ വരാ. എനിക്കും ശരിക്കും ഇതില് ഇടയ്ക്ക് ഓരോ പാട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അതന്നെയായി. അതെ. അപ്പൊ മുല്ല ഷബീറിനൊരു ഭാവി കാണുന്നുണ്ട്, വി.ഡി. രാജപ്പന്റെ പിൻഗാമിയാവാം. അടുത്തത് മറിയം ജോർജ്. ഹായ് അജു, സരിത, ജഗ്ഗു, ചക്ക ഹൽവ. നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് കണ്ടപ്പോൾ വളരെ വളരെ സന്തോഷം. എല്ലാവരെയും ഇഷ്ടം. ജഗ്ഗു കടച്ചക്ക മെഴുക്ക് പുരട്ടി. ഗോഡ് ബ്ലസ് യു ഓൾ. ഒക്കെ സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയണേ കേട്ടോ. അടുത്തത് ദേവയാനി രാജി. ദേവയാനി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പേര്. ഞാൻ എൻ്റെ അച്ഛനോട് അമ്മോടും ചോദിക്കാറുണ്ട്, എനിക്ക് ദേവയാനി എന്ന് പേരിടായിരുന്നില്ലേ? അമ്മാമ്മയുടെ പേര് ദേവയാനി എന്നായിരുന്നു. ഒഫീഷ്യൽ പേര് ദേവയാനി ടീച്ചർ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അല്ല, നമ്മുടെ അമ്മാമ്മയുടെ പേര് നമുക്ക് ഇടില്ലോ, അച്ഛൻ്റെ പേര് അങ്ങനെ ഇടില്ലേ. അപ്പൊ ദേവയാനി എന്ന് പേര് ദേവകി എന്നാണ് എല്ലാവരും വിളിക്കുക അമ്മാമ്മേനെ. അമ്മാമ്മ അതൊക്കെ നല്ല പേരുകളല്ലേ, ദേവയാനി, ദേവകി. എൻ്റെ അമ്മയുടെ പേരാണ് സീതാദേവി എന്ന് പേര്. ഒഫീഷ്യൽ പേര് വിളിക്കണത് ശ്രീദേവി എന്ന്. എനിക്ക് എവിടെ നിന്ന് കിട്ടിയാൽ ഈ തല്ലിപ്പൊളി പേര്. ഹായ് അജു, സരിത. നിങ്ങളുടെ വീഡിയോ എന്നും കാണാറുണ്ട്. ആദ്യമായി കമൻ്റ് ഇടുന്നു. എൻ്റെ മോളും ജഗ്ഗു മോനും ഒരേ പ്രായമാണ്. അജുവിൻ്റെ തമാശകൾ നല്ല രസമാണ്. ചിരിച്ചിരിച്ചൊരു വഴിയാവും. ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തോ വലിയ വിഷമാണ്. ചെറിയേട്ടൻ എല്ലാവരുടെ ഫാമിലി ഏറെ ഇഷ്ടം. കൃഷി, പാചകം എല്ലാം വളരെ ഇഷ്ടമാണ്. ഫെൻസ് വന്നപ്പോൾ വീട് അതിഗംഭീരമായി. ചൈനീസ് ബോൾസം, വിങ്ക പോലെ ഉള്ള ചെടികൾ നന്നായിരിക്കും. അല്ലെങ്കിൽ ചെറിയ ബുഷ് വെക്കാം, വെട്ടി നിർത്താലോ. ഇനി വീടിനുള്ളിൽ ലോണിൽ ഒരു കുള്ളം തെങ്ങ് കൂടി വെക്കൂ. അതിൽ നിന്ന് കരിക്ക് പറിച്ചു കുടിക്കുന്ന അജുവിനെ കാണാൻ കാത്തിരിക്കുന്നു. എല്ലാം ഭംഗിയായി വരട്ടെ. എല്ലാവിധ ആശംസകളും. അത് ശരിയാണ്. കുള്ളം തെങ്ങ്, അത് തെങ്ങ് ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു, അത് കേടായിപ്പോയി. ഇനിയിപ്പോൾ വലിയ മൂത്ത തെങ്ങുകളായിട്ട് ഭയങ്കര ഹൈറ്റായി. ഇനിയിപ്പോൾ അവരെ മാറ്റിയിട്ട് ഒരു തെങ്ങ് മുറിച്ച് കളഞ്ഞിട്ടില്ല, ബോഗൻവില്ല അവിടെ വെക്കാൻ തെങ്ങ് വയ്ക്കുക, നോക്കട്ടെ. അടുത്തത് ശ്രദ്ധ റോയ്. ഹായ് അജു ഏട്ടാ, സരിതേച്ചി. ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയിട്ട് കുറേ നാളായി. അതിൽ മിക്ക കമൻസും നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഞങ്ങളുടെ വിഷമമെല്ലാം മറക്കുന്നു, സന്തോഷിക്കുന്നു എന്നൊക്കെയാണ്. അന്ന് ഞാൻ കരുതിയത് അവർ ചുമ്മാ പറയാണെന്നാണ്. ബട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരു മാസം ലീവിന് എൻ്റെ കെട്ടിയോ വന്നപ്പോൾ വീഡിയോ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ചേട്ടൻ തിരിച്ചു പോയതിൻ്റെ വിഷമം മാറ്റാൻ നിങ്ങളുടെ വീഡിയോസ് വേണ്ടി വന്നു. നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ എന്തൊരു മനസ്സ് കാണുന്നോ. എന്നും വീഡിയോസ് ഇടണേ. തീർച്ചയായിട്ടും എന്തൊരു സന്തോഷകരമായിട്ടുള്ള അതന്നെ. നേച്ചർ അറൗണ്ട് ഇഷ്ടമായി പെരുത്തിഷ്ടായി. സൂര്യകാന്തി പടം കാണാൻ പോയ വീഡിയോയിൽ നഷ്ടമായത് മുതലും പലിശയും ചേർത്ത് വീട്ടി. പാലക്കാട് വീഡിയോ പറഞ്ഞാലേ സന്തോഷം ഇരട്ടിക്കും. ഇത് പൊളിമൂട് ഇരിങ്ങോൾക്കാവ് പോലെ. ആ വീഡിയോ ഗംഭീരമായി വീഡിയോ എന്നുള്ള അഭിപ്രായമാണ്. പാലക്കാട് കല്യാണത്തിന് പോയില്ലേ, സരിതനെ കൊണ്ടുപോകാണ്ട്, ജഗുവിനെയും കൊണ്ടുപോകാണ്ട്, അത് മനോഹരമായ ഒരു വീഡിയോയി മാറി. ഞാൻ കൂടിയില്ലെങ്കിൽ അനർഗളം നിർഗളം വാക്കുകൾ ഇങ്ങനെ പ്രവഹിക്കും. ഒരു തെറ്റുമില്ല, ഒരു നാക്കൊളുക്കലും ഇല്ല, ഒരു വെള്ളി വീഴലും ഇല്ല. ഞാൻ അങ്ങോട്ട് അടുത്താ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങും മുഴുവൻ തെറ്റി പറയല്. ഞാൻ വിചാരിച്ചിട്ട് പറയണതല്ല, അതെന്തുകൊണ്ടാണെന്ന് അങ്ങനെ ഞാൻ ഇല്ലാത്തതിൽ തെറ്റ് വരാത്തത്. എന്നെ പേടിച്ചിട്ട് ആണ് ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ തെറ്റ് വരണേന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. റോസ് എഡ്യൂക്കേഷൻ superb presentation Aju Chetan. You are multi-talented, humble, innocent. Aju Chetan covered almost all essential elements of marriage including cooking. Enjoying the marriage, felt that we also attended the marriage. സന്തോഷം. അടുത്തത് ഗീത സി കെ. നല്ല ഭംഗിയുള്ള സ്ഥലം. അജു നല്ല ഒരു കലാകാരനാണ്. അതാണ് പ്രകൃതി ഭംഗി ഇത്ര ആസ്വദിക്കാൻ കഴിയുന്നത്. പിന്നെ അജുവിന് അറിയാത്ത സിനിമകളില്ല. എല്ലാ സിനിമയിലെ ഡയലോഗുകളും ഓർത്തു വയ്ക്കുന്നു. ഒരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ് അങ്ങോട്ട് ഇരുന്ന് പറയണതിൻ്റെ ഒരു ഇത് പ്രേമേട്ടിട്ടുണ്ടായിരുന്നു, കണ്ട? നമ്മൾ പ്രകൃതിയിൽ നിന്ന് വന്നവരാണ്. അതായത് കുറച്ച് അധികം നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാനൊന്നും തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ലല്ലോ. അതുവരെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്നവരായിരുന്നു. അങ്ങനെയുള്ള നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒതുങ്ങിയപ്പോൾ നമ്മുടെ ഈ സ്ട്രെസ്സും നമ്മുടെ കുറേ ഒരുമാതിരി പ്രശ്നങ്ങൾ തീർക്കാൻ പ്രകൃതിയിലേക്ക് വന്നാൽ മതി ഇന്ന് തിരിച്ച്. അപ്പോൾ സമയം കിട്ടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. അതിനിപ്പോൾ വേൾഡ് ടൂറൊന്നും നടത്തണ്ടാന്ന്. നമ്മുടെ കേരളത്തിലത്തെ പ്രകൃതി ഭംഗി പോലെ മനോഹരമായത് ലോകത്തിൽ എവിടെയില്ലെന്ന്. ആ ഡോക്ടർ കാണാത്ത സ്ഥലങ്ങളില്ലാന്ന്. അപ്പോൾ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ളതെന്ന് കേരളത്തിലത്തെ അത്രയും പ്രകൃതി ഭംഗി വേറെ എവിടെയും കണ്ടിട്ടില്ലേന്ന്. അപ്പോൾ കാടും അല്ലെങ്കിൽ വെള്ളച്ചാട്ടവും പുഴയും അങ്ങനെ പ്രകൃതി ആയിട്ട് ഭംഗി വരുന്ന സ്ഥലങ്ങളില്ല. അങ്ങനത്തെ സ്ഥലത്ത് ഒരു KSRTC ബസ്സെങ്കിലും പിടിച്ച് പോയിട്ട് കുറച്ച് സമയം ഒഴിവുള്ള ദിവസം അങ്ങനെ ചിലവഴിക്കാൻ
അപ്പം സ്ട്രെസ്സും ടെൻഷനൊക്കെ തീരുന്നു. എന്താ ഇങ്ങനെ ഒരു ചിരി കാണുമ്പോൾ പേടിയാവണു. ഞാനേ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഞാനങ്ങോട്ട് മനസ്സുകൊണ്ട് ആനന്ദിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നിലപാട് വളരെ വളരെ ശരിയാണ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഓഹോ അങ്ങനെ ഉള്ളുപാടം, കുണ്ടോളിക്കടവ്, സ്നേഹതീരം, മലമ്പുഴ ഡാം ഇങ്ങനെയുള്ള കുറേ ചുറ്റുള്ള പുണ്യസ്ഥലങ്ങൾ ഇവരെയും കൊണ്ട് കാണിക്കലാണ് ഏറ്റവും നല്ലതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? സുജിത് ചന്ദ്രനുള്ള കൊട്ടാകുന്നു. അതല്ല, നമ്മളെപ്പോഴും പ്രകൃതിയിലെങ്കിൽ നിൽക്കണേ. പ്രകൃതിയിലില്ലാണ്ട് ഈ ഫ്ലാറ്റിലും അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കണവരോടാണ് അങ്ങനെ പറയണത്. അല്ല എന്നാലും ഞാനിത് നമ്മളിവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കുക. നമ്മൾ വീണ്ടും അല്ലാതെ നമുക്ക് വീണ്ടും വീണ്ടും കാണാതൊക്കെ. സുമം മനോഹരമായ സ്ഥലം. ശരിക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള നാട്ടിൻ പുറത്തെ കല്യാണം. ലവ്ലി വീഡിയോ. അടുത്തത് സജീഷ് MA നിതീഷ് എന്നാണ് തോന്നുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടമായി. അജുവേട്ട ഒരു പട്ടം പോലെ പറന്ന് നടന്നു. ആ നിഷ്കളങ്കനെ മയിലിന് വേണ്ടത്ര മനസ്സിലായില്ല. സരിതേച്ചിക്കും പോവാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോവാതിരുന്നത് ഇതുപോലൊരു അബദ്ധം എനിക്ക് പറ്റാനില്ല എന്ന് എനിക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലായി. ചേട്ടാ അവിടെ എത്തിയ വശം എനിക്ക് ഫോൺ വിളിച്ചു. എൻ്റെ സരിതേ, നീ ചൂട് വെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ വരാണ്ടിരുന്നത്? ഇവിടത്തെ ഇത്ര ഭംഗിയുള്ള ഒരു അമ്പലം പരിസരമല്ലേ, നീ വീഡിയോ വരുമ്പോൾ കണ്ടോ എന്ന് പറഞ്ഞു. പക്ഷേ അത്രയ്ക്ക് ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അത്രയ്ക്കും വിചാരിച്ച് ഇത്രയും ഭംഗി ഉണ്ടാവുമായിരുന്നു എന്ന് അറിഞ്ഞില്ല. അല്ല, ചേട്ടൻ പറഞ്ഞപ്പോഴേ ഇത്ര ഭംഗിയെന്ന് വിചാരിച്ചില്ല എന്ന്. അല്ല, എനിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. മഴക്കാലത്തിന് കൊണ്ടുപോകാം. കണ്ട, ഞാൻ അടുത്തിരിക്കുമ്പോൾ തെറ്റണ കണ്ട. രജനി MK അടിപൊളി വീഡിയോ, മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടു. അജു ഒരു സംഭവം തന്നെ. പാലക്കാടിൻ്റെ ഭംഗിയും ഭാഷയും നന്നായി. അജു പിടിച്ചു കാണിച്ചു. സൂപ്പർ. അടുത്തത് മൻസൂർ അലി. ഈ അജുവിന് ഈ ഒരു അജു ആണ് 1000 സരിതകൾക്ക് പകരം ആകുന്നത്. വീഡിയോ അതിഗംഭീര അജു ചേട്ടാ. ഞാൻ പറഞ്ഞു എഴുതിപ്പിച്ച പോയിന്റ് ഇവിടെ അല്ല, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് ആരാ? അല്ല, ഞാൻ മറ്റേ മാത്രം വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് വായിക്കാൻ പറഞ്ഞിട്ടില്ല. ഇതിലെവിടെ കമന്റ്? ഈ കമന്റ് ഇത് വായിക്കാൻ വേണ്ടിട്ടല്ലാന്ന്. അതിപ്പോ വായിക്കില്ല, നീയല്ല വായിക്കുന്നത്. നിനക്ക് ഇഷ്ടമുള്ള വായിച്ചാ പോരെ. ഞാനത് ആലോചിച്ചിട്ട്. ശരി. അന്നൂക്കെ അജുവേട്ടൻ പൊളിച്ചു. ഈ അജുവേട്ടനെ ആണോ ഇൻട്രോവേർട്ട് ആണെന്ന് പറയുന്നത്? സോ ഇന്നസെന്റ് മാൻ, ഗോഡ് ബ്ലസ് യു. അതെന്താണ്? ക്യാമറ ഓൺ ആക്കുമ്പോൾ ചേട്ടൻ്റെ മേല് ബാധ കയറും, ക്യാമറ ഓഫ് ആക്കി ഇൻട്രോവേർട്ട് ആവും. ഇല്ലില്ല, അധികം സംസാരിക്കുമോ? അധികം സംസാരിക്കില്ല ഞാനങ്ങനെ. അതെ, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് വെറുതെ പോയിട്ട് വളവളാന്ന് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. ഒരാളുടെ കാര്യത്തിൽ അവിടെ നിന്നിട്ടുള്ളതിൽ ഇടപെടാൻ ഞാൻ പോകാറില്ല. അതെ, അത് എന്നെയാണോ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെട്ടില്ലേ. ഞാനിപ്പോ ക്യാമറ ഓണാക്കി ഇടപെടും, എല്ലാത്തിലും കയറി ഇടപെടും. ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോക്ക് ഭംഗി കൂട്ടാനും നിങ്ങളെ ആനന്ദിപ്പിക്കാനും കൂടിയിട്ടാണ് ഞാൻ അതിലേക്ക് ഒന്നും സംസാരിച്ചില്ലേ പിന്നെ എന്താ കാര്യം ഇറങ്ങി ചെല്ലണത്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അടുത്തത് രാജേഷ് ചീക്കൊന്നും ചാലിൽ. പോപ്പുലറായ മനസ്സിലായില്ലേ മയിലേ? എന്ത് ഭംഗിയുള്ള ഗ്രാമം. അജുവിൻ്റെ പ്രസൻറ്റേഷൻ തന്നിട്ടുണ്ട്. ട്രാവൽ വ്ളോഗ് ചെയ്താൽ നന്നാവും. ചേട്ടൻ ട്രാവൽ വ്ളോഗ് ചെയ്താൽ നന്നാവും. പക്ഷെ ഞാൻ കൂടെ ഉണ്ടാവരുത്. അടുത്ത് വ്ളോഗ്സ് ബൈ സിന്ധു. ചേട്ടാ സരിതേ ജഗു, കല്യാണ വീഡിയോ സൂപ്പർ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇത്രയും പോപ്പുലറായ നിന്നെ എനിക്ക് മനസ്സിലായില്ല, അല്ലടാ മയിലേ എന്ന് ചോദിച്ചതാണ്. അടുത്തത് ശ്രീലേഖ CV. ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള നിന്നെ എനിക്ക് മനസ്സിലായില്ല. ഇതിനെല്ലാം അതിൽ അക്ഷരം തെറ്റാഞ്ഞത് ഭാഗ്യം. വളരെ മനോഹരമായ നാട്ടിൻപുറം. സരിതയ്ക്കും ജഗ്ഗുമോനും വൻ നഷ്ടമാണ്. എന്ത് രസമാണ് കാണാൻ. തീർച്ചയായിട്ടും അത് എങ്ങനെയോ അങ്ങനെ വന്നു പോയി. ഇതാണ് എന്തായാലും ഹിറ്റ് ഡയലോഗായി അത്. സജി മോൾ, സരിത ഇല്ലാത്ത വീഡിയോ കാണാൻ എനിക്കിഷ്ടമല്ല. ഞാൻ ഈ വീഡിയോ ബഹിഷ്കരിക്കാൻ പോവായിരുന്നു. ബട്ട് വീഡിയോ കണ്ടു തുടങ്ങിയപ്പോൾ അജുവേട്ടൻ്റെ കൂടെ കല്യാണത്തിന് ഞാനും പോയ പോലെ തോന്നി. സൂപ്പർ വീഡിയോ. വിളിക്കാത്ത കല്യാണത്തിന് എന്നെ കൊണ്ടുപോയ അജുവേട്ടന് ഒരുപാട് സ്നേഹം. അടുത്തത് വത്സല സുരേന്ദ്രനാഥ്. സാങ്കവിയുടെ സംസാരം നല്ലത്. താഴെ ഇറങ്ങില്ല അല്ലേ? അത് അവരവിടെ ഇരുന്നിട്ട് എന്തോ വീഡിയോ എടുക്കായിരുന്നു തോന്നുന്നുണ്ട്, റീൽസ് എടുക്കായിരുന്നു. ആ കുട്ടി നന്നായിട്ട് റീൽസ് ഇടുന്നതാണെന്നുകൊണ്ട് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതാണെന്നുകൊണ്ട് ഇൻസ്റ്റയിലേ. അപ്പം അവിടെ വന്നിട്ട് ഉറുമ്പുകൾ വീഴുന്നു ചേട്ടാ മുഖത്തേക്ക്. അപ്പം എന്നിട്ടാ പറഞ്ഞേ അപ്പം റീൽസ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും. അതാവും.
അല്ല ആ കുട്ടിക്ക് ഒരു ജാടിയോ ഒന്നുമില്ല. ഒന്നുമില്ല. വരാൻ പറഞ്ഞിട്ടുണ്ട് അവര്. പെൺകുട്ടിയാണ്. കൊടൈക്കനാലിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. കൊടൈക്കനാലത്തെ ഗ്രാമങ്ങളിൽ ചെന്ന് പാർക്കാം നമുക്ക്. അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തണുപ്പൊന്നും കൂടിയും കൂടും. അപ്പോൾ വേണ്ട, റിസ്ക് എടുക്കണ്ട. ചേട്ടൻ മാത്രം അതിരാവിലെ എഴുന്നേറ്റ് പൊക്കോ, വല്ലതും പൂട്ടോ കായ്ച്ചോ എന്നൊക്കെ നോക്കാൻ. അവിടെ അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല. ഉണ്ടാവും, ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, പോണം. അടുത്തത് ശൈലജ വേലായുധൻ. മ്യൂസിക് സരിതയാണോ ചെയ്തത്? കേൾക്കാൻ നല്ല സുഖം. അല്ല കേട്ടോ, ദീപക്കാണ് മ്യൂസിക് ചെയ്യണേ. നമ്മുടെ നാട്ടിലെ ആലുവയിലാണ് വീട്. ആള് വർക്ക് ചെയ്യണത് ഖത്തറിലാണ്. ആള് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അൽ ജസീറയിലാണ് വർക്ക് ചെയ്യുന്നത്. സൗണ്ട് എഞ്ചിനീയർ ആണ്. പക്ഷെ മനസ്സുകൊണ്ട് ഇങ്ങനെ മ്യൂസിക് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ആള് ജോലി ചെയ്യുന്ന ഒരു സ്പേസിൽ ഇതിനൊന്നും സ്കോപ്പില്ല, ഈ മ്യൂസിക് ചെയ്യലൊന്നും. അപ്പോൾ അത് നമ്മുടെ ചാനലിലൂടെ ആളങ്ങോട്ട് തീർക്കുകയാണ് ആ ആഗ്രഹം. അപ്പം നമുക്കിങ്ങനെ ആളിങ്ങനെ മ്യൂസിക്കുകൾ ചെയ്തിട്ട്, നമുക്കാണെങ്കിൽ മ്യൂസിക്കുകൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും ചിലപ്പോഴേ. ആള് പിന്നെ AR റഹ്മാന്റെ ശിഷ്യനും കൂടിയിട്ടാണ് കേട്ടാ. അതെ, മനസ്സിലായേ? അത്ര മിടുക്കനായിട്ടുള്ള ആളാണ് നമ്മളുടെ ചാനലിന് വേണ്ടി മ്യൂസിക് ചെയ്യണമെന്ന് ആലോചിക്കണം. ഇനി ഇങ്ങോട്ട് വരുമ്പോ കാണിക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അന്ന് അതിന് നമുക്ക് മ്യൂസിക് തരുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അന്ന് വന്ന് ഈ മ്യൂസിക്കിനെ കുറിച്ചിട്ട് ആളിങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെന്താ ചെയ്ത് തരുമെന്നാ, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ കുറേ അയച്ചു തരും ചെയ്തിട്ട്. അടുത്തത് കാർബൺ. ദോശയെ പറ്റി ഒന്നും പറഞ്ഞില്ല. ദോശയെ പറ്റി ഇപ്പം ഇന്നാൾ പറഞ്ഞില്ലേ, ആ ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ടേസ്റ്റുള്ളൊരു ദോശയാണ്. വളരെ സ്മൂത്തായിട്ടുള്ള സാധനം, നല്ല നല്ല കുറേ ഓട്ടകളായിട്ടുള്ളത്. പിന്നെ അത് തിന്നാനായിട്ട് ഒരു ദോശ തിന്നാൻ നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് തൊണ്ടയിൽ തടയൂലേ, ഇത്രയും രസമായിട്ടുള്ള ദോശ. ബാക്കിയുള്ളടത്ത് ചിലപ്പോൾ ഇതിൽ മേടിച്ചിട്ടുണ്ടാവും. പക്ഷേ ലോഹിദാസ് പറഞ്ഞാൽ ഒരു എന്താ പറയുക, വലിയ തെറ്റ് പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾ കൊണ്ടുപോയി കഴിപ്പിച്ചിട്ടില്ല. നമ്മൾ പാലക്കാടേക്ക് പോകുമ്പോൾ ആ വഴിക്ക് പോയിട്ട് വൈശാഖിൽ കൊണ്ടുപോയിട്ട് നിങ്ങളത് ദോശ കഴിപ്പിച്ചിരിക്കും. ഇത് സത്യം സത്യം അസത്യം. ലാസ്റ്റ് അസത്യം. വിൻസി ജോഷി. സൂപ്പർ കല്യാണം. ചെറുക്കനും പെണ്ണിനും വിവാഹ മംഗളാശംസകൾ. അല്ലെങ്കിലും അജു ചേട്ടന് സരിതേച്ചിനെയും ജഗ്ഗുവിനെയും കൊണ്ടുപോകാൻ കടകളൊന്നുമില്ലാത്ത കോൾപ്പാടങ്ങളും സൂര്യകാന്തി തോട്ടങ്ങളും അല്ലേ കാണൂ. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലൊക്കെ കാണും. തൊണ്ടഭാഗ്യം ഇല്ല എന്നല്ല, കുറവാട്ടോ ചേച്ചി. അടുത്തത് സജിത സുബി. അജുചേട്ടാ, സരിത ജഗ്ഗു നല്ല വീഡിയോ ആയിരുന്നു. സരിതയും മോനും കൂടി വേണമായിരുന്നു. കല്യാണച്ചക്കനും പെണ്ണിനും ആശംസകൾ. പെൺകുട്ടി എൻ്റെ നാടിനടുത്ത് ആണ്. മാവേലിക്കരയാണ് എൻ്റെ സ്വദേശം. കായംകുളം നൂറിനാട്. കുളത്തിലേക്കുള്ള പടവുകൾ, കാട് ഒക്കെ സൂപ്പർ. സ്റ്റാർസ് ആൻഡ് ബെൽസ്. അജു, കോടികൾ പൈസ ചിലവാക്കി കല്യാണം നടത്തിയാൽ കിട്ടുമോ? കോടികൾ ചിലവാക്കിയിട്ട് കല്യാണം നടത്തിയാൽ കിട്ടുമോ ഇങ്ങനെ ഒരു കല്യാണത്തിൻ്റെ സുഖം? പെൺകുട്ടിയുടെ കൈ പിടിച്ച് കൊടുക്കുന്ന കണ്ട എത്ര ഐശ്വര്യം, അനുഗ്രഹം ആണ്. പിന്നെ ആ അമ്പലവും പരിസരവും നാട്ടുകാഴ്ചകളും സദ്യയും വധൂവരന്മാരെ ഉഴിഞ്ഞ് കയറ്റുന്നത്, ഇങ്ങനെ ഉഴിഞ്ഞിട്ട് അകത്തി കയറ്റുന്നത് എല്ലാം ഒരു പഴയ കാല സിനിമകളിലെ നാട്ടിൻപുറത്തെ കല്യാണ കാഴ്ചകൾ പോലെ തനിമ നിറഞ്ഞതായിരുന്നു. മനോഹരം, ഗംഭീരം. വധുവിനും വരനും വിവാഹ മംഗളാശംസകൾ. സരിത എൻ്റെ മംഗ്ലീഷ് വായിക്കാൻ ബുദ്ധിമുട്ടുമല്ലോ അല്ലേ? ബുദ്ധിമുട്ടി, എന്നാലും വായിക്കില്ലേ? വായിച്ചു. അടുത്തത് ജോസ് വിൻസെൻ്റ്. അവരുടെ തണ്ടിപ്പരിപ്പ് കണ്ടപ്പോൾ അജുവിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന താമരശ്ശേരിയിലെ യഥാർത്ഥ അജു ഉണർന്നു. അതന്നെ. പിന്നെ എന്നിട്ടാ വാരത്തുന്നില്ല, കൈ ചോദിച്ചു വാങ്ങിക്കാനുള്ള മര്യാദ കാണിച്ചു. അല്ല, വാരിയെടുക്കാൻ പാടില്ലല്ലോ. നമ്മുടെ വീട്ടിൽ ഇവിടെ കേൾക്കുമ്പോൾ എനിക്ക് വാരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ വാരിയെടുക്കുമ്പോൾ അവരോട് ചോദിക്കണം. അവർ ചിലപ്പോൾ ഇത് ഏതാണെന്ന് വെച്ചിട്ട് തട്ട് തരും. അടുത്തത് ഇറ്റ്സ് ട്രാവൽ ടൈം. സരിത ഇല്ലാതായപ്പോഴേക്കും കണ്ട പെൺപിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാൻ നോക്കുക. ചെല്ല് വീട്ടിലേക്ക് സരിത നോക്കിയിരിക്കുന്നുണ്ടാവും. ഡാൻസ് കളിക്കാൻ നോക്കിയില്ലേ ഞാൻ? ഡാൻസ് കളിക്കാനായിട്ട് ആ പെൺകുട്ടി വിളിച്ചപ്പോൾ എത്ര വലിയൊരു അവസരം ചേട്ടൻ്റെ പോയത് എന്ന് മനസ്സിലാക്കി. നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചേട്ടൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ മിസ്സാവാൻ പാടില്ല. അയ്യോ എനിക്ക് ഡാൻസ് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 2 സ്റ്റെപ്പ് ഇട്ട് കൊടുത്തു ചേട്ടാ.
അടുത്തത് രമ്യ രതീഷ്. സമയക്കുറവ് മൂലം കമൻറ്റ് ഇടണ്ട എന്ന് വിചാരിച്ചതാണ്, ബട്ട് ഇടാതിരിക്കാൻ പറ്റില്ല. ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ കണ്ടില്ലടാ അമ്മയിലേ. ഈശ്വര, ഞാനൊന്നും ഞെട്ടി. ആ ചേട്ടനെ നാക്കൊളുക്കി എന്നോർത്ത് ഭാഗ്യം രക്ഷപ്പെട്ടു. ചേട്ടൻ്റെ തലച്ചോറ് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. ഭഗവാനെ, കലവറയിൽ നിന്ന് ചുറ്റിക്കറങ്ങുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു, എങ്ങനെ അതിൽ നിന്ന് ഒന്നും ടെസ്റ്റ് ചെയ്യാതെ ചേട്ടൻ അവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് ഓർത്ത് തീർന്നില്ല. അപ്പോഴേ ചേട്ടൻ അവരോട് പറഞ്ഞു, എനിക്കൊരു ഇത്തിരി തന്നേ, അവരിത്തിരി ഇട്ട് തരുമോ? എൻ്റെ സ്വഭാവം അറിയാൻ മേലാത്തത് കൊണ്ടാണ് എന്നും. അതാണ് നമ്മുടെ അച്ചേട്ടൻ. വീഡിയോ സൂപ്പർ. സന്തോഷം. അടുത്തത്, ആ മയിലെ യൂട്യൂബ് കാണാറില്ലാന്ന് തോന്നുന്നു. ബ്ലഡി ഗ്രാമവാസി. ഉണ്ട്. അടുത്ത അബി. അജുവേട്ടൻ, ശ്രീകുമാറെ, ഇത് അമ്പലക്കുളത്തിലേക്കുള്ള വഴിയല്ലേ? അല്ല, നിന്റെ വീട് ഇവിടെ അടുത്താണോ? ശ്രീകുമാർ, എൻ്റെ വീട് ഇവിടെ തന്നെ. അജുവേട്ടൻ, ഇത് വലിയ കുളമാണല്ലോ, ഇവിടെ ആരും കുളിക്കാറില്ലേ? ശ്രീകുമാർ, പിന്നെ ഇവിടെ ഒരുപാട് പേര് കുളിക്കുന്ന കുളമാണ് അജുവേട്ടൻ. നീ ഇവിടെ കുളിക്കാൻ വരാറുണ്ടോ? ശ്രീകുമാർ, ഞാൻ ഇവിടെ വരാറില്ല, ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ കുളിക്കാൻ വരാറുണ്ട്. അജുവേട്ടൻ, അപ്പോൾ നീ ഇവിടെ അടുത്തല്ലേ താമസം? ശ്രീകുമാർ, അത് പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്, എന്നാലും ഞാൻ ഇവിടെയൊക്കെ കാണാനൊക്കെ വരും. അല്ല, ഓരോരുത്തരൊക്കെ എഴുതണതിൻ്റെ ഒരു ശൈലികളെ കമന്റുകൾ എഴുതാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കമന്റുകൾ എഴുതണം കേട്ടാ. അടുത്തത് എലിസബത്ത് തോമസ്. ലവ് യുവർ വ്ളോഗ്സ്. ഇറ്റ് ഓൾവേസ് മേക്ക് മീ സ്മൈൽ, ലാഫ് ആൻഡ് ബി ഹാപ്പി. യു ആർ സോ ബ്ലെസ്ഡ് ടു ലിവ് ഇൻ എ ബ്യൂട്ടിഫുൾ സ്പേസ് ഓഫ് നേച്ചർ. ഐ ലവ് യു ഗൈസ്. ടേക്ക് കെയർ. കണ്ടിന്യൂ വിത്ത് യുവർ പോസിറ്റീവ് വ്ളോഗ്സ്. സന്തോഷം. അടുത്തത് രമ ഡി. ഹായ് അജു ആൻഡ് സരിത. I am Rama from Bengaluru. I regularly watch your videos and love them. I love your simplicity and good life. I would like to visit you when I come to Thrissur. ബാംഗ്ലൂരിലത്തെ മറ്റേ ശുഭ എന്ന് പറഞ്ഞ പെൺകുട്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ലൈഫ് ടുഡേ. അജു ചേട്ടൻ ചെറുകിഴങ്ങ് നടന്ന സീൻ കാണിച്ച് ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും സരിത ഓരോ മൂളി ഓരോ സ്റ്റെപ്പ് പുറകോട്ട് പോകും. ചിരിച്ച് മടുത്തു. അത് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ല. ആ വീഡിയോ കണ്ടാലാണ് കുറേ തമാശകൾ എനിക്ക് മനസ്സിലാവില്ല ഇത് എന്തുട്ടാണെന്ന്, പിന്നെ കണ്ടോക്കുമ്പോൾ അറിയാം. അടുത്തത് യാസ്മൻസിൽ. അജു ചില സമയത്ത് ഇന്നസെൻറ്റും ചില സമയങ്ങളിൽ ജഗതിയും. എൻ്റെ ഇതിനേക്കാളും വലിയൊരു കോംപ്ലിമെൻറ്റ് വേറെ എന്താ കിട്ടാളെ അല്ലേ? ജിജി സാബു, വേണ്ട, എനിക്ക് വേണ്ട ഒരു സാധനം വൈകുന്നേരത്തേക്ക്. സരിത, കേട്ടിട്ടുണ്ട്, ഇത് കുറേ കേട്ടിട്ടുണ്ട്. അതന്നെ, അതായത് വൈകുന്നേരം എനിക്ക് ഇനി ഒരു സാധനം വേണ്ടെന്ന് പറയുന്ന മറ്റേ സാൻഡ്വിച്ച് കഴിച്ചിട്ട് വൈകുന്നേരം ഫുഡ് കഴിക്കും, അത് വേറെ. നിഷ ഹരിദാസ്, എനിക്ക് തോന്നിയത് ഞാൻ പറയുകയാണേ, സരിതയ്ക്ക് പറമ്പിനോട് കുറച്ചുകൂടി അറ്റാച്ച്മെൻ്റ് ആവാം. അജുവിൻ്റെ ഒപ്പം ചേർന്ന് പണിയെടുക്കാം, വെറുതെ കൈ കെട്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതെ. കാണുന്നവർക്ക് അതൊരു രസമാണ്. അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് കുറേ 2-3 പേര്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അത് പറമ്പിൽ പണിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിപ്പണിയല്ലേ. ആ കൃഷിപ്പണിയോട് അത് താല്പര്യമുള്ളവർ ചെയ്താൽ എന്നെ നന്നാവുള്ളൂ. അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്നോട് ചെറുേട്ടൻ പറയാറുണ്ട്, നീ 1 മിനിറ്റ് ചെയ്താൽ പോരെ, നീ വെറുതെ 1 മിനിറ്റല്ലേ വീഡിയോയിൽ കാണിക്കണ്ടോ, ആ ഒരു തടത്തിൻ്റെ തുടക്കം ഭാഗം നീ അങ്ങോട്ട് പറമ്പിലായിട്ട് കളക്കുക, എന്നിട്ട് ബാക്കി ഭാഗം മൊത്തം അജു കളക്കുക, അല്ലെങ്കിൽ അവരുടെ തമിഴിനെ എങ്ങനെ നിർത്തി കളപ്പിക്കുക, എന്നിട്ട് ബാക്കി ലാസ്റ്റ് എത്തുമ്പോൾ നീ കളയ്ക്കുക, എന്നിട്ട് മേലൊക്കെ കുറച്ച് വിയർപ്പൊക്കെ ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് കിതച്ചോളോ, കിതപ്പ് പ്രധാനമാണെന്ന് പറഞ്ഞു. ഞാനേ ചെറുതായിട്ട് അത് കാണിച്ചു തരും. ശരിക്കും ഞാനേ ഇതങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ഇപ്പോൾ അങ്ങനെ പറയാം. എന്നിട്ടത് വീഡിയോ ഇട്ട് നോക്കി ആൾക്കാർ പറയും, അയ്യോ എന്തോ സരിത പണിയെടുക്കലെന്ന് നിനക്കും കമൻറ്റ്സ് തരും, അങ്ങനെ ചെയ്തുകൂടെ നിനക്കെന്ന് ചോദിക്കുക അങ്ങനെ. പക്ഷേ എനിക്ക് നിങ്ങളെ അങ്ങനെ പറ്റിക്കാൻ താല്പര്യമില്ല. ഞാൻ എന്താണോ അങ്ങനെ നിങ്ങളെന്നെ ഇഷ്ടപ്പെടൂ. എനിക്ക് കൃഷി വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ചെയ്യണതൊക്കെ കാണാൻ ഇഷ്ടമാണ്, ചേട്ടൻ്റെ അടുത്ത് നിൽക്കാൻ ഇഷ്ടമാണ്, അതൊക്കെ ഇഷ്ടമാണ്, കാണാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഇതുപോലെ വേറെ കാര്യങ്ങളിലാണ് എനിക്ക് താല്പര്യം, അപ്പം ഞാൻ ആ താല്പര്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുള്ളൂ. ലൈഫ് ടുഡേ അതിന് മറുപടി ഇട്ടേക്കണം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. സരിതയ്ക്ക് വീട്ടിലെ പണികളൊക്കെ ഉണ്ടല്ലോ, അവർ നല്ല എൻജോയ് ചെയ്ത് വീഡിയോ ഇടുന്നു. സരിത തൂമ്പെടുത്ത് കിളച്ചാലേ മതിയാകൂ എന്നുണ്ടോ? അതുപോലെ പത്മജ കുഞ്ഞിപ്പുരയിൽ, ഈ പറയുന്നത് പോലെ അജു സരിതയെ ദിവസവും വീട്ടുപണിയിൽ സഹായിക്കണമെന്ന് എന്താണ് പറയാത്തത്? അത് കാണിച്ചാലും കാണുന്നവർക്ക് നല്ല രസമായിരിക്കും. എന്നെങ്കിലും അജു വീട് വൃത്തിയാക്കുന്നതോ അടുക്കളയിൽ പണിയെടുക്കുന്നതോ കണ്ടിട്ടുണ്ടോ? എന്താ കാണാത്തത്? അയാൾ അതൊന്നും ചെയ്യാറില്ല, അതല്ലേ? അങ്ങനെ പറയരുത്. കാരണം വെച്ചാൽ ഒരു ദിവസം സരിതയോടൊപ്പം ഞാൻ പണിയെടുക്കുന്നത് കാണിച്ചു തരാം. പാത്രങ്ങൾ കഴുകണത്,
കഞ്ഞി വയ്ക്കുന്നത് കുറേ സാധനങ്ങളുണ്ട് ഇല്ലേ സരിതേ? ആ പാത്രങ്ങൾ കഴുകും. പാത്രങ്ങൾ ഞാൻ തേച്ച് വയ്ക്കും. ചേട്ടൻ തന്നെ ഫുള്ളായിട്ട് കഴുകി വയ്ക്കില്ല. അത് ഞാൻ ചില വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചേട്ടനോട് ഇങ്ങനെ ഭാര്യ ഇങ്ങനെ വന്നിട്ട് ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ആക്കി സാരി ഇട്ടേക്കണൻ്റെ ഇതൊക്കെ തിരുന്ന് മാറ്റിയൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ പോവും. അപ്പോൾ ഭർത്താവ് പിന്നാലെ മണപ്പിച്ച് ഇങ്ങനെ ചെല്ലും അടുക്കള വരെ. അടുക്കള എത്തുമ്പോൾ റീൽസ് കണ്ടതാട്ടെ ഹിന്ദി. അപ്പോൾ അടുക്കളയിൽ ചെല്ലുമ്പോൾ എന്താ പറയും, അടുക്കള താറുമാറായി എടുക്കുന്നുണ്ട്, പാത്രങ്ങൾ നിറച്ച് സിങ്കിലും പുറത്തൊക്കെ. അപ്പോൾ മറ്റേ പാത്രം കഴുകാനുള്ള സ്ക്രബും പ്രില്ലിൻ്റെ ഇതും കയ്യിൽ കൊടുക്കും ഭർത്താവിൻ്റെ. എന്നിട്ട് ഭർത്താവ് അവിടെ നിന്ന് കഴുകുന്നു, പെണ്ണ് അവിടെ നിന്ന് പോണു. അങ്ങനെ. പക്ഷെ അതിനേക്കാൾ രസം കിട്ടുന്നത് നമ്മൾ ഒരുമിച്ച് ജോലി എടുക്കുന്നതാണ് രസം. ഇതെന്നിട്ട് ചെയ്യാൻ ഞാൻ തേച്ച് വെക്കും, ചേട്ടൻ കഴുകി വെക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാ സാധനങ്ങളും വേസ്റ്റ് ഇതുകളൊക്കെ ഞാൻ കോഴിക്കോട്ടിൽ കൊണ്ടുവന്നിട്ട് കോഴിയിൽ കൊണ്ടുവന്നിടും. കുറെ പണികളുണ്ട്. അത് വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് ഞാൻ ചെയ്യുന്ന അടുക്കളയിൽ സരിത ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന പണികൾ അതിൻ്റെ ഒപ്പം കാണിച്ചു തരാം. ഒരു വീഡിയോ നമുക്ക് ഇതാക്കണം. അപ്പോഴാണ് കൂട്ടാൻ വെക്കുകയാണെങ്കിൽ ഞാൻ പരമാവധി അടുത്തേക്ക് വരുത്താറില്ല. കാരണം എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കി വയ്ക്കും ചേട്ടൻ. എല്ലാ സാധനങ്ങളും അവിടെ വലിച്ചിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് ഓരോ ഷെൽഫും നമ്മൾ ഓരോന്നിന് വിചാരിച്ചിട്ടില്ലേ. അപ്പോൾ ഇവിടെ ഇരിക്കണ ഇത് കുപ്പി എടുത്തുകൊണ്ടിട്ട് ചിലപ്പോൾ അവിടെ വയ്ക്കും, അവിടത്തെ എടുത്ത് ഇവിടെ വയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യും ചേട്ടൻ. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് എന്തായാലും ഒരു വീഡിയോ സരിതയോടൊപ്പം ഒരു ദിവസം എന്നുള്ള ശരിക്കുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. ഞാൻ ചെയ്യണത് സരിതയോടൊപ്പം ഒരു ദിവസം അല്ല, ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പണിയെടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു വീഡിയോ. അത് സത്യസന്ധമായിട്ടുള്ള വീഡിയോ ആണ്, തട്ടിപ്പും മത്തങ്ങയൊന്നും ഇല്ല. അല്ലാണ്ട് അതിനു വേണ്ടി കാണിക്കാനുള്ളതല്ല. അപ്പൊ എല്ലാ ദിവസവും പാത്രം കഴുകുമ്പോൾ വരാറില്ല, ആവശ്യം വരുന്നില്ല. കൂടുതൽ പാത്രങ്ങൾ കഴുകുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ കുറെ നമ്മൾ രണ്ടുപേരും ടയേർഡായിട്ടിരിക്കാൻ നിൽക്കുക. നമ്മളിപ്പോൾ ഒരുമിച്ചൊരു വീഡിയോ എടുക്കൽ കഴിഞ്ഞ് കയറി, അപ്പോൾ കുറച്ച് സമയം ചിലപ്പോൾ ഒന്നും ചെയ്യാണ്ട് അവിടെ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങൾ കഴുകാൻ പോവുക. ചിലപ്പോൾ കയ്യോടെ ഇങ്ങോട്ട് ഒരു ഉഷാറുണ്ടാവും. അതങ്ങനെ കഴുകി വെച്ചിട്ട് പിന്നെ ഇരിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇരിക്കും. അപ്പോൾ കഴുകും. അപ്പോൾ ചേട്ടൻ വരാറില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ചേട്ടനും വരും. അടുത്തത് രാശി സ്വീറ്റ് ഹോം. സരിത ആ ചെരുപ്പ് എക്സ്പയറായി, അത് ഇമ്രാന് മനസ്സിലായി, പുതിയത് വാങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. പാവം, അവൻ പറയുന്നുണ്ടാവും ഒരു നല്ല കാര്യം ചെയ്യാനും സമ്മതിക്കില്ലേ പുല്ല്. സരിത നിങ്ങൾ കൊല്ലത്ത് വരുമോ ജടായിപ്പാറ കാണാൻ? അത് ഇവിടെ ഞങ്ങളുടെ അടുത്താണ്. ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം, അത് നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും പറഞ്ഞു തരൂ. ഇവിടെ നമ്പർ കൊടുക്കാം, ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കൂട്ടാ. ജടായിപ്പാറയിലേക്ക് പോകണം. വരും. ജടായിപ്പാറ തവണ കണ്ടേ മതിയാവൂ. വെയിലാവുമ്പോഴത്തേക്കും കൊണ്ടുവരും, അല്ലെങ്കിൽ പാറ ചവിട്ടാൻ പറ്റില്ലായിരിക്കും അല്ലേ, ചൂടുകൊണ്ട്. നമ്മൾ പോയിട്ടില്ലല്ലോ. അടുത്തത് സോണി ജി. ഞാൻ നിങ്ങളെ കൊണ്ട് തോറ്റു. ഇമ്രാനെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. സരിതയുടെ 1-2 ചെരുപ്പ് ഇമ്രാന് കൊടുക്കൂ. ഹി വിൽ ബി സാറ്റിസ്ഫൈഡ്. അജുവിൻ്റെ കണ്ടം ചെയ്ത ഐറ്റംസ് ഇമ്രാൻ എടുക്കത്തില്ല, അന്നറിയില്ലേ. ലെറ്റ്സ് എൻജോയ്. എൻ്റെ ചെരുപ്പ് തുടരില്ല. എൻ്റെ ഈ ചെരുപ്പുകളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. എൻ്റെയും പഴയ ചെരുപ്പുകൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇട്ട് നടക്കണം, അതും തുടരില്ല. ചേട്ടൻ്റെ മാത്രം പുതിയ ചെരുപ്പ്, പുത്തൻ ചെരുപ്പ് ഒരു പോയിന്റുമ്പലാണ് നിൽക്കണേ. അതെ, പഴയ ചെരുപ്പിൽ കുറേ വേണം. അവിടെ തേഞ്ഞ് വരുന്ന ചെരുപ്പിൽ എങ്ങീര് വേണം, എപ്പോഴും ചെരുപ്പുകൾ വേണം. അതൊക്കെയാണ് എടുത്ത് ഇത് ചെയ്യുന്നത്. വില പിടിച്ചിട്ടുള്ള സാധനങ്ങളാണ്. പഴയ സാധനങ്ങളൊക്കെ വളരെ അമൂല്യമാണ് ഇവിടെ. അടുത്തത് ശാന്തി വിജയൻ. അജു സരിത നമസ്കാരം. എൻ്റെ അജു, ഇമ്രാൻ ചെയ്തത് നല്ല കാര്യമാണ്. ആ ചെരുപ്പിന് പെൻഷൻ പ്രായം എപ്പോഴേ കഴിഞ്ഞു. അജു അത് അറിഞ്ഞില്ലെങ്കിൽ ഇമ്രാൻ മനസ്സിലാക്കി ചെരുപ്പിന് റിട്ടയർമെൻറ്റ് കൊടുത്തു. അതിലൊരു തെറ്റുമില്ല. തമാശ പറഞ്ഞ കേട്ടോ. ഇല്ലായ്മയും വല്ലായ്മയും അറിഞ്ഞു വളർന്ന പഴയ തലമുറ അങ്ങനെയാണ്. അല്പം തേഞ്ഞെന്ന് കരുതി ചെരുപ്പ് വലിച്ചെറിയില്ലേ. അല്പം തേഞ്ഞെന്ന് കരുതി ചെരുപ്പ് വലിച്ചെറിയില്ല. അല്പം കീറി ഉടുപ്പ് പരമാവധി ഉപയോഗിച്ചിട്ടേ കളയൂ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇഷ്ടം പോലെ ഡ്രസ്സും മറ്റും മക്കൾ വാങ്ങി തന്നാലും പഴയത് തന്നെ പരമാവധി ഉപയോഗിക്കും. നിങ്ങളെയും വീഡിയോസും ഒരുപാട് ഇഷ്ടം. ജഗ്ഗുമോനെ അന്വേഷണം പറയൂ. ഇന്ദിര കെയർ. സരിതയെ ജയന്തി ചേച്ചിയുടെയും സരിതയുടെയും ഡാൻസ് പഠിത്തം എന്തായി? ഏപ്രിൽ 1-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കാതെ ഇറച്ചി വെക്കുന്നതല്ലേ നമ്മുടെ പഴയ രീതി. രുചിയും അതായിരിക്കും. സരിതയെ ആ മുളക് വറുത്ത പാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് വെള്ളം ഉണക്കി അകത്തും പുറത്തും നല്ലെണ്ണ പുരട്ടി ചെറുതീയിൽ പുക വരുന്നത് വരെ ചൂടാക്കി സൂക്ഷിച്ചാൽ തുരുമ്പ് പിടിച്ചതുപോലെയുള്ള പാട് ഉണ്ടാവില്ല. ഞങ്ങളുടെ ഡാൻസ് പഠിത്തം 2 ആഴ്ചയിലേക്ക് മാറ്റി വെച്ചു. ഏപ്രിൽ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ 1-ാം തീയതി അല്ല, വ്യാഴാഴ്ചകൾ മാത്രമേ ഉള്ളൂ. എല്ലാ വ്യാഴാഴ്ചകളും. അത് ഏപ്രിൽ മാസത്തിൽ തുടങ്ങാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുതിയ ബാച്ച് ഏപ്രിലിൽ തുടങ്ങുമെന്ന് പറയട്ടെ രേഷ്മ. പക്ഷേ രേഷ്മയ്ക്ക് ഒരു എന്നിട്ടാണ് ആ ടീമിൻ്റെ പേര്, റിമ കല്ലിങ്കലിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, ഡാൻസിൻ്റെ ഒരു ഇതുണ്ട്. അതിൽ അവരുടെ ഒരു പ്രോഗ്രാം എവിടെയോ നടക്കുന്നുണ്ട്. അതിലത്തെ ഒരു ഡാൻസ് പെർഫോമൻസിന് അവൾക്ക് രേഷ്മേനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ അവൾക്ക് 2 ആഴ്ച
രണ്ടാഴ്ച. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഡാൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സമയം കുറേ നോക്കിയ 1.25 മണിക്കൂറാണ് ഞങ്ങൾ ഈ കമൻറ്റ് വായിക്കാനായിട്ട് വിയർത്ത് കുളിച്ചു. വെറുതെ ട്രൈപോഡ് വെച്ചിട്ടാണെങ്കിൽ ഇനി വർത്താനം പറഞ്ഞാൽ നല്ല എനർജി വേണം ശരിക്കും. അപ്പോൾ നിർത്താം, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.